സനദ് ദാന സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പ്, എക്സിസ്റ്റൻസ് എന്ന് പറയില്ല, നിലനിൽപ്പ്. ആ നിലനിൽപ്പ് ഇൽമിലൂടെയാണ് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇൽമുണ്ടെങ്കിലേ ഈ ദീനിന് നിലനിൽപ്പുള്ളൂ. ഇൽമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ഇൽമുണ്ടായാലാണ് ഇസ്ലാമിന് നിലനിൽപ്പുണ്ടാവുക. അതാണ് അതിന്റെ രത്നച്ചുരുക്കം. നമ്മളൊക്കെ പഠിച്ചാലാണ്, അറിവ് നേടിയാലാണ് ഇസ്ലാമിന് അന്തസ്സോടുകൂടിയുള്ള നിലനിൽപ്പുണ്ടാകും. പക്ഷെ അന്തസ് ഉണ്ടാവില്ല. അതാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും വോട്ട് ബാങ്കായി മാത്രം ഉപയോഗിക്കുന്ന, ഇലക്ഷൻ വരുമ്പോ 2000-ഉം 1000-ഉം 10,000 കൊടുത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു ടൂളായി മുസ്ലിം സമുദായം നോർത്ത് ഇന്ത്യയിൽ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് അല്ല, അങ്ങനെ ഒരു നിലനിൽപ്പല്ല. മുസ്ഹഫ് കാണിച്ചു കൊടുത്ത് ഇതെന്താണ് എന്ന് ചോദിച്ചാൽ ഇത് മുസ്ഹഫാണ് എന്നറിയാത്ത ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട്. മുസ്ഹഫ് കാണിച്ചു കൊടുത്തിട്ട് ഇതെന്താണ് എന്ന് ചോദിച്ചാൽ ഇത് മുസ്ഹഫാണ് എന്ന് പറയാൻ അറിയാത്ത കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് കേരളത്തിന്റെ പുറത്തുള്ള മുസ്ലിമീങ്ങളുടെ ദയനീയാവസ്ഥ. നമ്മൾക്ക് ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്. ഈ വർഷം നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം സംസ്ഥയുടെ കീഴിലുള്ള SNEC-യുമായി സഹകരിച്ച് മുന്നോട്ട് പോകും. 30-ഓളം കുട്ടികളുടെ അഡ്മിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഓരോ വർഷവും ഇതേപോലെ ഒരു 30 കുട്ടികളെ നമ്മൾ ഇവിടുന്ന് അഡ്മിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ മുന്നോട്ട്. ഓരോ 10 കിലോമീറ്റർ പരിധിയിൽ ഓരോ സ്ഥാപനങ്ങൾ കേരളത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അല്ലേ? ഒരു 10 കിലോമീറ്റർ പരിധിയിൽ ഒരു അറബിക് കോളേജ് ഉണ്ടാവും. ഒരു 5 കിലോമീറ്റർ പരിധിയിൽ ഒരു മദ്രസ ഉണ്ടാവും. 5ഉം വേണ്ട, ഒരു മദ്രസയ്ക്ക് 5 കിലോമീറ്ററിന്റെ പരിധി പോലും വേണ്ട. പള്ളികൾ അങ്ങനെ 5 കിലോമീറ്റർ പരിധി പോലും ഇല്ലാതെ ഇഷ്ടം പോലെ പള്ളികളുണ്ട്. ഇത് അല്ലാഹു നമ്മൾക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്, നമ്മൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഈ കേരളത്തിന് അല്ലാഹു നൽകിയ ഒരു ബ്ലെസ്സിംഗ് എന്ന് നമ്മൾക്ക് പറയാം. അതുകൊണ്ടാണ് കേരള അല്ലാഹുവിന്റെ ഖൈർ ലഭിച്ച, ബ്ലെസ്സിംഗ്, അനുഗ്രഹം ലഭിച്ച, ബറക്കത്ത് ലഭിച്ച ഒരു നാടാണ് എന്ന് പഴമക്കാർ അല്ലെങ്കിൽ അറബികൾ ഈ നാടിനെ വിളിക്കാനുള്ള കാരണം ഇതൊരു ഇൽമിന്റെ കേന്ദ്രമാണ്. ഇവിടെ കൂടിയ നമ്മൾ ഇൽമിനെ സ്നേഹിക്കുന്നവരാണ്. 4 രീതിയിൽ നിങ്ങൾ ജീവിക്കണം, 5-മതൊരാളായി നിങ്ങൾ മാറരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4-ൽ ഒരാളാവാൻ നിങ്ങൾ ശ്രമിക്കണം, 5-മതൊരാൾ നിങ്ങൾ ആവരുത്. ഏതായി 4-ൽ ഒരാൾ? നീയൊരു പണ്ഡിതനാവുക, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാവുക, സ്കോളർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ്, വിദ്യാർത്ഥി. സ്നേഹിക്കുന്നവനാവുക. 3-മത്തെ ലിസ്റ്റിലാണ് നമ്മൾ പലരുണ്ടാവുക. സ്നേഹിക്കുന്നവരാണ് നമ്മൾ.
ഔ മുസ്തമിഅൻ, ഇവരെ നിങ്ങൾ അനുസരിക്കുന്നവരാവുക. നാലാമത്തെ ലിസ്റ്റിലും നമ്മൾ ഉണ്ടാവും മുസ്തമിഅൻ, അവരെ അനുസരിക്കുന്നവരാവുക. ഒരു മനുഷ്യന്റെ ജീവിതം ഇൽമുമായി ബന്ധപ്പെട്ടിട്ടേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്. ഇൽമുമായി ബന്ധമില്ലാത്തൊരു ജീവിതം മനുഷ്യൻ ഉണ്ടാവാനേ പാടില്ല. അതാണ് ഈ ഹദീസ് കൊണ്ട് നബി തങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ നീ പഠിച്ച് വലിയൊരു സ്കോളറാവും, ഒരു പണ്ഡിതനാവും, അല്ലെങ്കിൽ നീ ഒരു സ്റ്റുഡന്റ് ആവുക. നമ്മൾക്ക് മരിക്കുന്നത് വരെ സ്റ്റുഡന്റ് ആവാൻ പറ്റും, മരിക്കുന്നത് വരെ ഒരു വിദ്യാർത്ഥിയാകാൻ പറ്റും, ഒരു ഗവേഷകൻ ആയി മാറാൻ കഴിയും, മരിക്കുന്നത് വരെ ഒരു റിസർച്ച് ഫെല്ലോ ആയി മാറാൻ കഴിയും. പിന്നെ മുഹിബ്ബൻ, സ്വാഭാവികമായി നമ്മൾ മദ്രസകളെ, പള്ളികളെ, സ്ഥാപനങ്ങളെ, മുതഅല്ലിമീങ്ങളെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഗുണപോലെ മദ്രസകളും സ്ഥാപനങ്ങളും പള്ളികളും നമ്മുടെ നാട്ടിലുണ്ടായത്. മൂന്നാമത്തെ വിഭാഗത്തിൽ നമ്മൾ പെടും. നാലാമത്തെ വിഭാഗത്തിലും നമ്മൾ പെടും. നമ്മൾ അനുസരിക്കുന്നവരും കേൾക്കുന്നവരും വഅദ് പറയുന്നവരും കേൾക്കുന്നവരും, ഇൽമു പഠിപ്പിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ 4 കാര്യങ്ങളിൽ ഒന്നിൽ നീ പെട്ടില്ലെങ്കിൽ നിന്റെ കാര്യം അപകടമാണ്. ഫലാ തകുൻ ഖാമിസൻ, അഞ്ചാമതൊരു വിഭാഗം, ഇൽമുമായി ബന്ധമില്ലാത്ത ഒരു വിഭാഗത്തിൽ നീ പെട്ടുപോകരുത്. പഠിക്കാനും കഴിയുന്നില്ല, മുതഅല്ലിമാകാനും കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ? പഠിക്കുന്ന കുട്ടികളെ നമ്മൾ സഹായിക്കുക. പൈസ ഉണ്ടെങ്കിൽ പണം കൊണ്ട്, ആരോഗ്യം ഉണ്ടെങ്കിൽ ആരോഗ്യം കൊണ്ട്, ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം കൊണ്ട്, ഇങ്ങനെ നമ്മൾ സഹായിക്കുക. അതാണ് മുഹിബ്ബൻ. സ്ഥാപനങ്ങളെ, ഇൽമിന്റെ സ്ഥാപനങ്ങളെ നമ്മുടെ വീട് പോലെ നമ്മൾ കാണും. നമ്മുടെ വീടാണ്. നമ്മുടെ വീടിൽ ഉച്ചയ്ക്ക് ഒരു മത്തിക്കറി വെക്കുമ്പോ, അല്ലെങ്കിൽ ഒരു ആലക്കറി, അല്ലെങ്കിൽ ഒരു അക്കുറ വെക്കുമ്പോ, തൊട്ടപ്പുറത്തുള്ള സ്ഥാപനത്തിൽ കുട്ടികൾക്ക് എന്താണ് ഭക്ഷണം എന്ന് ചിന്തിക്കലാണ് മുഹിബ്ബൻ, മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. നമ്മളൊരു ബിരിയാണി കഴിക്കുമ്പോ ഇവിടെ ഇൽമു പഠിക്കുന്ന കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരാണ് മുഹിബ്ബൻ, ഇൽമിനെ സ്നേഹിക്കുന്നവർ. കുട്ടികൾക്ക് നമ്മൾ ചൂടെടുത്ത് ഇങ്ങനെ പ്രയാസപ്പെടുമ്പോ കുട്ടികൾക്ക് ഫാൻ ഉണ്ടോ, ചൂടുണ്ടാകുമോ, ഉറക്കം വരുന്നുണ്ടാകുമോ, അതൊക്കെ നമ്മുടെ ചിന്തയിലുണ്ടാവണം. ഒരു ഫാന് പോയാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ മാസങ്ങളോളമോ ദിവസങ്ങളോളമോ നിൽക്കാൻ പാടില്ല. നമുക്കൊരു ഫാൻ ഇല്ലാതെ കിടന്നുറങ്ങാൻ കഴിയോ? ഇതൊരു ചൂടാണ്. അതാണ് മുഹിബ്ബൻ. ഇവിടെ വെള്ളമില്ലെങ്കിൽ നമ്മൾക്ക് പ്രയാസം. മഹാന്മാരായ സഹാബാക്കളൊക്കെ ഇൽമിന് വേണ്ടി ഒരുപാട് ത്യാഗം അനുഭവിച്ചവർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതേപോലെ അദ്ദേഹത്തിന്റെ അയൽവാസിയായ ഒരു സ്വഹാബി, രണ്ടുപേരും കൂടി ചർച്ച ചെയ്യുകയാണ്. ഹബീബായ നബി തങ്ങളുടെ ക്ലാസ് കേൾക്കാൻ പോകണം, വഅദ് കേൾക്കാൻ പോകണം. എല്ലാ ദിവസവും വഅദ് കേൾക്കാൻ പോയാൽ കുടുംബത്തെ പോറ്റാൻ കഴിയില്ല. ആരാണ് ജോലിക്ക് പോവുക? ആരാണ് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുക? പക്ഷെ ക്ലാസ് കേൾക്കാൻ വല്ലാത്ത താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, പഠിക്കാനുള്ള പൂതിയുണ്ട്, വരുമാന മാർഗമില്ലാത്തത് കൊണ്ട് രണ്ടുപേരും ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? മൃതങ്ങൾ പറഞ്ഞു, മോനെ, ഇന്ന് നീ ഹബീബായി നബി തങ്ങളുടെ ക്ലാസ്സിൽ പോകണം. എന്നിട്ട് നബി തങ്ങൾ പറയുന്നതെല്ലാം നീ കാണാതെ പഠിക്കണം. വൈകുന്നേരം വന്നാൽ എന്നോട് പറയണം. എനിക്ക് പറഞ്ഞിരണം. വൈകുന്നേരം വന്നാൽ ഞാൻ ഇന്ന് ജോലിക്ക് പോകാം. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എന്റെയും നിന്റെയും കുടുംബത്തിന് നമ്മൾ ഷെയർ ചെയ്യാം. ഇന്ന് ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം എന്റെയും നിന്റെയും കുടുംബത്തിന് ഞാൻ ഷെയർ ചെയ്യാം. നീ ഇന്ന് പഠിച്ച ഇൽമ് എനിക്ക് ഷെയർ ചെയ്യണം. നാളെ ഞാൻ ഹബീബായ നബി തങ്ങളുടെ സദസ്സിൽ പോയി ഇൽമ് പഠിക്കും. നീ ജോലിക്ക് പോകണം. നിനക്ക് കിട്ടുന്ന ക്യാഷ് നിന്റെ കുടുംബവും എന്റെ കുടുംബവും തമ്മിൽ ഷെയർ ചെയ്യണം. ഇങ്ങനെ ഊഴം വെച്ച് ക്ലാസ് കേൾക്കാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതാണ് ഇൽമിന്റെ പ്രത്യേകത. അതാണ് ഇൽമിന്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിക്കുന്നത് വരെ വിദ്യാർത്ഥിയാവണം എന്ന താല്പര്യം നമ്മൾക്കുണ്ടാവണം. പഠിച്ചിട്ട് ആർക്കും കഴിയാറില്ല. പഠനത്തിനൊരു പ്രായമില്ല. ഞാൻ ഇപ്പോഴും ഒരു സ്റ്റുഡന്റാണ്, ഒരു വിദ്യാർത്ഥിയാണ്. എനിക്ക് 2 മക്കളുണ്ട്.
കല്യാണം കഴിഞ്ഞ് കുട്ടികള് ഉണ്ടായതിന്റെ ശേഷം 2 കുട്ടികളായതിന്റെ ശേഷമാണ് റെഗുലറായി ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഞാൻ PG ചെയ്തു. നമ്മൾ വിദ്യാർത്ഥിയാണ്, മരിക്കുന്നത് വരെ നമ്മൾ വിദ്യാർത്ഥിയാവണം. ഇപ്പോൾ ഞാൻ PhDക്ക് വേണ്ടി പ്രപ്പോസൽ കൊടുത്ത് PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 4-5 വർഷങ്ങൾ എന്നാ പിന്നെ എല്ലാം കഴിഞ്ഞു. പിന്നെയും നമ്മൾ വിദ്യാർത്ഥിയാണ്, മരിക്കുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അറിവ് പെണ്ണും പഠിക്കണം ആണും പഠിക്കണമെന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പെണ്ണും പഠിക്കണം ആണും പഠിക്കണം. അതുകൊണ്ടാണ് എത്രയോ സ്ത്രീകൾക്കുള്ള സ്ഥാപനങ്ങൾ വരുന്നത്. സമസ്തയുടെ കീഴിൽ വഫിയ്യകളുണ്ട്, ദാറുൽ ഹുദയുടെ കീഴിൽ സഹ്റവികളുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള റെസിഡൻഷ്യൽ ക്യാമ്പസുകൾ. എന്തിനത്? നിർബന്ധമാണ്. ആണും പഠിക്കൽ നിർബന്ധമാണ്, പെണ്ണും പഠിക്കൽ നിർബന്ധമാണ്. സുന്നത്തല്ല, നിർബന്ധമായിട്ടും പഠിക്കണം. നമ്മൾ പഠിച്ചാലേ ഈ ദീനിന് അന്തസ്സോടെയുള്ള നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. SSLC ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഇവിടെ റിസൾട്ടിന് കാത്തിരിക്കുന്നുണ്ടാവും. നീറ്റ് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ, സയൻസ് പഠിക്കണം നീറ്റ് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏതെങ്കിലും നീറ്റ് കോച്ചിങ് സെന്ററുകളിൽ, അത് റെസിഡൻഷ്യൽ തന്നെ പോണം. +1 സയൻസ് നീറ്റ് റെസിഡൻഷ്യൽ ക്യാമ്പസുകളിൽ പഠിക്കണം. +2 കഴിഞ്ഞതിന് ശേഷം 1 വർഷം ഇന്റഗ്രേറ്റഡ് ഒരു ബാച്ച് അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ബാച്ച് എന്ന് പറഞ്ഞ് 1 വർഷം നീറ്റിന് ട്രൈ ചെയ്താലൊന്നും നീറ്റ് കിട്ടൂല. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ 6ാം ക്ലാസ് മുതൽ നീറ്റിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ. നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം നീറ്റിന് ട്രൈ ചെയ്യാം. 25 ലക്ഷം ആളുകൾ എഴുതുന്ന പരീക്ഷ ഈ നീറ്റ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് പെൺകുട്ടികളോടൊക്കെ പറയാണ്, സയൻസ് ആണ് നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ഏരിയ. നീറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഡേ സ്കോളറായി ഡേ സ്കൂളിൽ പോയിട്ട് പഠിച്ചാലൊന്നും കിട്ടൂല. കാരണം എത്ര പണിയുണ്ട് കിട്ടാൻ. 25 ലക്ഷത്തിൽ 1 ലക്ഷത്തിൽ പെടണം. 25 ലക്ഷം ആളുകളിൽ ആദ്യത്തെ 1 ലക്ഷത്തിനുള്ളിൽ പെടണം. അതിൽ തന്നെ ആദ്യത്തെ 10,000-ത്തിനുള്ളിൽ പെടണം. നല്ലോണം പ്രിപ്പറേഷൻ വേണം. മൊബൈല് കളിച്ച് കുത്തിയിരുന്നാലൊന്നും ഇത് കിട്ടൂല. 2 വർഷം മൊബൈൽ വേണ്ട, സോഷ്യൽ മീഡിയ വേണ്ട. ഇങ്ങനെ പരിശ്രമിച്ചാലേ അധ്വാനിക്കുന്ന ആളുകൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അധ്വാനിക്കാത്തവർക്ക് റിസൾട്ട് ഉണ്ടാവില്ല. പഠനം എന്ന് പറഞ്ഞാൽ അധ്വാനമാണ്, ത്യാഗമാണ്. സോഷ്യൽ മീഡിയ ഒഴിവാക്കേണ്ടി വരും, ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കേണ്ടി വരും, യൂട്യൂബ് ഒഴിവാക്കേണ്ടി വരും, സ്നാപ്ചാറ്റ് ഒഴിവാക്കേണ്ടി വരും. 2-3 വർഷത്തെ പഠനം തന്നെ, വേറൊരു ചിന്തയുമില്ലാത്ത പഠനം തന്നെ. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമുകളാണ്. നിരന്തരമായി ഡെയിലി ടെസ്റ്റും വീക്ക്ലി ടെസ്റ്റും മന്ത്ലി ടെസ്റ്റ് ഒക്കെ നടത്തി നിരന്തരമായിട്ടുള്ള പരിശ്രമം തന്നെ വേണം. എങ്കിലേ നമ്മൾക്ക് നീറ്റൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തറകളായ വീഡിയോകൾക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവുക. തറ വീഡിയോകൾ, ഏറ്റവും തറ വീഡിയോകൾക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവുക. നല്ല വീഡിയോസ്, നല്ല ഉപദേശം പറഞ്ഞ് നിങ്ങളൊരു വീഡിയോ ഇട്ട് നോക്കി ആർക്കും കാണാൻ താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ ഏറ്റവും നെഗറ്റിവിറ്റി ഉള്ള ഏറ്റവും തറയായ വീഡിയോ ആണെങ്കിൽ ഇടുമ്പോ തന്നെ അത് വല്ലാതെ ബൂസ്റ്റ് ചെയ്യപ്പെടും, വൈറലാവും. അതുകൊണ്ടാണ് ഈ പെൺകുട്ടികള് കുറച്ചൊക്കെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ കാണിച്ച് പോസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ലൈക്കും വീഡിയോസും വൈറലൊക്കെ ആവുന്നത്. നേരെ മറിച്ച് ഡീസന്റ് ആയി യൂസ് ചെയ്യുന്ന ആളുകൾക്കൊന്നും വ്യൂവേഴ്സ് ഉണ്ടാവില്ല, ഫോളോവേഴ്സ് ഉണ്ടാവില്ല. വരുമാന മാർഗത്തിന് വേണ്ടി ഫിച്ന ഉണ്ടാക്കുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. യൂട്യൂബിലൊക്കെ വരുമാന മാർഗത്തിന് വേണ്ടി ഫിച്ന ഉണ്ടാക്കുന്ന ആളുകൾ, സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്ന ആളുകൾ. ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ പ്രഭാഷണം എടുക്കുക, എന്നിട്ട് യൂട്യൂബിൽ തംബ്നെയിൽ കൊടുക്കുക, ഇന്നാലിന്ന ആളുകൾക്കെതിരെ ഇന്നാലിന്ന ആൾ എന്ന് പറഞ്ഞ് കേരളത്തിൽ ആദരിക്കപ്പെടുന്ന മഹാന്മാർക്കെതിരെയൊക്കെ ഇല്ലാത്ത പച്ചയായ നുണകൾ പ്രചരിപ്പിക്കുന്ന ചില യൂട്യൂബർമാരുണ്ട്. അല്ലാഹു ഇവരെ കുറിച്ചൊക്കെ
ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട് കൃത്യമായി ഇസ്രാഇന്റെ രാത്രി അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മിഅ്റാജിന് ആകാശ ലോകത്തേക്ക് പറന്നു പോയപ്പോ അല്ലെങ്കിൽ നബി തങ്ങൾ സ്വപ്നത്തിലൂടെ കണ്ടപ്പോ ചില ആളുകളുടെ കവിൾത്തടങ്ങളിൽ ഉക്സിട്ടിട്ട് വലിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കാണുന്നുണ്ട്. അവരുടെ കവിൾത്തടങ്ങളിൽ ഉക്സിട്ട് ഇങ്ങനെ വലിക്കാൻ അതിങ്ങനെ കീറി 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 കവിള് രണ്ടായി രണ്ട് പിളർപ്പാവുന്നുണ്ട്. അത് കഴിയുമ്പോ ലെഫ്റ്റ് ഇടത് ഭാഗത്തേക്കും ഉക്സിട്ട് വലിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് കവിളും രണ്ട് കഷ്ണമായി പിളർന്ന് അവരുടെ ചെവി വരെ അത് രണ്ട് കഷ്ണമായി വീണ്ടും അതിനെ അല്ലാഹു തആല പഴയ രീതിയിലേക്ക് അതിനെ രൂപപ്പെടുത്തുന്നു. പിന്നെയും അത് കീറുന്നു. അങ്ങനെ ചില ആളുകളെ അല്ലാഹു തആല മഹ്ശറ ലോകത്ത് കാണുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് ആരാണിതെന്ന്. നബി തങ്ങൾ പറഞ്ഞു കള്ളന്മാരാണവർ. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വെറുതെ നുണ പറഞ്ഞ് ഫിത്നയുണ്ടാക്കുന്ന ആളുകളാണവർ. പച്ചയായ നുണ പറയുന്നവർ, കള്ളങ്ങൾ ഉണ്ടാക്കുന്നവർ, സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കുന്നവർ. എന്തിനേറെ ആദരണീയരായ പാണക്കാട് സയ്യിദന്മാർ, നമ്മളൊക്കെ ഏറെ സ്നേഹിക്കുന്ന, നമ്മളൊക്കെ ഏറെ ആദരിക്കുന്ന, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാണുന്ന ആദരണീയരായ സയ്യിദന്മാർക്കെതിരെയൊക്കെ ഒരു മടിയുമില്ലാതെ ഉളുപ്പില്ലാതെ ചില സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയ ചില ആളുകളുണ്ട്. അവരൊക്കെ നഖം കടിക്കാതെ രക്ഷപ്പെടുന്നവരും വിചാരിക്കണ്ട. അവരൊക്കെ നഖം കടിക്കാതെ ജീവിതത്തിൽ അതിന്റെ ദുരനുഭവങ്ങൾ അനുഭവിക്കാതെ അവരൊക്കെ മരിച്ചു പോകുന്നു ആരും വിചാരിക്കുന്നു. ഫിത്ന ഉണ്ടാക്കുന്നത് കൊല്ലുന്നതിനേക്കാൾ അപകടമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ട് വ്യൂവേഴ്സ് കിട്ടാൻ എന്ത് തോന്നിവാസവും ചെയ്യാമെന്നാണോ? നാലാളുകൾ വീഡിയോ കാണാൻ എന്ത് തംബ്നെയിലും എന്ത് കവർ പേജ് ഇട്ടിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോകളും വീഡിയോകളും അപ്ലോഡ് ചെയ്യാമെന്നാണോ? ഇവർക്കൊന്നും അല്ലാഹുവിനെ പേടിയില്ലേ? ഇവർക്കൊന്നും പടച്ചോനെ പേടിയില്ലേ? മരിച്ചു കിടക്കേണ്ട മുഅ്മിനീങ്ങളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ പോയിട്ട് വെറുക്കുന്ന ഒരാൾക്കെതിരെ വരെ ഞാൻ എന്റെ വാക്കുകൾ നോവിച്ചൊരു സംസാരം പ്രസംഗത്തിൽ ഞാൻ പ്രസംഗിക്കില്ല. എന്റെ 8 വർഷത്തെ ഈ കരിയറിൽ പ്രഭാഷണ ഫീൽഡിൽ ഒരു വാതിൽ പോലും ഞാൻ വെറുക്കുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ച് വരെ ഞാൻ ദോഷമായിട്ട് പറയാറില്ല. പിന്നെ നമ്മളൊക്കെ സ്നേഹിക്കുന്ന, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാണുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരിമാരോട്, ചെറുപ്പക്കാരികളോടൊക്കെ പറയാനുള്ളത്, സോഷ്യൽ മീഡിയ എന്നുള്ളത് തറകൾക്കുള്ളതാണ്. തറ വീഡിയോകൾക്കാണ് കൂടുതൽ ലൈക്കും വ്യൂവേഴ്സ് ഉണ്ടാവുക. മാന്യതയ്ക്കൊന്നും അവിടെ ഇടമില്ല. അതുകൊണ്ട് അതും കണ്ടിരുന്നാൽ നമ്മുടെ നീറ്റ് കാക്ക കൊണ്ടുപോകും. നമുക്ക് നീറ്റ് കിട്ടൂല. ഒരുങ്ങണം, നന്നായി തയ്യാറാവണം, നന്നായി പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെല്ലാം ഇൽമിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. മരിച്ചു കഴിയുമ്പോൾ അല്ലാഹു തആല നമ്മുടെ ഖബറിടത്തിലേക്ക് കൊണ്ടുവരുന്ന ഏക കാര്യം അത് ഇൽമാണ്. മൻ അല്ലമ ഇൽമാ. ഞാനും നിങ്ങളൊക്കെ മരിച്ചു പോയാൽ നമ്മുടെ ഖബറിടത്തിലേക്ക് നമ്മുടെ സുബഹി നിസ്കാരം വരൂല, നമ്മുടെ റമളാനിലെ നോമ്പ് വരൂല, നമ്മുടെ ഹജ്ജ് വരൂല, നമ്മുടെ ഉംറ വരൂല. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കൂടെയാണിത് വരിക. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കൂടെയാണ് വരിക. നമ്മൾ മരിച്ചതിന് ശേഷം നാളെയും മറ്റന്നാളും ലോകാവസാനം വരെ നമ്മുടെ ഖബറിടത്തിലേക്ക് കടന്നു വരുന്ന നന്മ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇൽമുമായി ബന്ധപ്പെട്ട നന്മകളാണ്, അമലുകളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇന്നത്തെ ഇശാ നിസ്കാരം, ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഇശാ നിസ്കാരം നാളെ എന്റെ ഖബറിടത്തിലേക്ക് വരൂല, ഇന്ന് എന്റെ കൂടെ വരും. നാളെ ഇശാന്റെ സമയമാകുമ്പോ ഇശാസ്കാരം വന്നിട്ട് ഇങ്ങനെ എന്റെ ഖബറിടത്തിലേക്ക് വന്നിട്ട് ഓർമ്മൂല. കാരണം എന്തേ? കഴിഞ്ഞു, ഇന്നലെ നിസ്കരിക്കലോട് കഴിഞ്ഞു. ആ ഖബറിലേക്ക് എന്റെ കൂടെ വരും. ഞാൻ കഴിഞ്ഞ റമദാനിൽ അനുഷ്ഠിച്ച നോമ്പ് എന്റെ കൂടെ ഖബറിടത്തിലേക്ക് വരും. നാളെ വരൂല, അടുത്ത റമദാനിലും വരൂല. പിന്നെയോ ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഖബറിടത്തിലേക്ക് നാളെയും വരും, മറ്റന്നാളും വരും, അടുത്ത കൊല്ലവും വരും, 10 വർഷം കഴിഞ്ഞാലും വരും, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും വരുന്ന ഏത് അമലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അതാണ് പ്രിയപ്പെട്ടവരെ ഇൽമിനെ സഹായിക്കുക, ഇൽമിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത്. മൻ അല്ലമ ഇൽമാ ഇൽമൻ അല്ലമഹു വനശറ. ഇൽമിന് വേണ്ടി സാമ്പത്തികമായ സഹായം ചെയ്യുന്നത് ഇതുപോലെയുള്ള സ്ഥാപനം, ഇതുപോലെയുള്ള ഒരു സ്ഥാപനം, ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ചെലവ് നിങ്ങൾ ഏറ്റെടുത്തു 30,000. അങ്ങനെ 30,000 രൂപ ഇന്ന് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ മരണപ്പെട്ടു പോയി.
ആ മക്കൾ ഇവിടെ പഠിക്കുന്ന കാലത്തോളം പ്രിയപ്പെട്ടവനെ അവരൊരു ഹർഫ് പഠിക്കുമ്പോ 10 ഹസനത്തായി നിങ്ങളുടെ ഖബറിടത്തിലേക്ക് വരും. നിങ്ങൾ ഇന്ന് മരണപ്പെട്ടു. ഈ സ്ഥാപനത്തിൽ ആ കുട്ടികൾ പഠിക്കുന്ന കാലത്തോളം ഒരു ഹർഫിന് 10 ഹസനത്ത് എന്ന രീതിയിൽ നിങ്ങളുടെ ഖബറിടത്തിലേക്ക് വരും. അവർ ഖുർആൻ ഓതുമ്പോൾ അതിന്റെ പ്രതിഫലം, അവർ നിസ്കരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം, അവർ എന്തൊക്കെയാണോ പഠിക്കുന്നത്, അവർ ചെല്ലുന്ന ദിക്റുകൾ, അവർ ചെയ്യുന്ന നന്മകൾ എല്ലാം നിങ്ങളുടെ ഖബറിടത്തിലേക്ക് കടന്നു വരും പ്രിയപ്പെട്ടവരെ. എന്നാൽ അവർ ചെയ്യുന്ന തെറ്റുകൾ വരൂല. അവര് തെറ്റ് ചെയ്താൽ അത് നിങ്ങളുടെ ഖബറിടത്തിലേക്ക് വരികയുമില്ല. അവര് നന്മ ചെയ്താൽ നിങ്ങളുടെ ഖബറിടത്തിലേക്ക് വരും. അവരവരെ പഠിക്കുന്ന കാലത്തോളം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചാലും നമ്മുടെ കൂടെ മരിക്കാത്ത ചില നന്മകൾ ബാക്കി വെച്ച് മരിക്കണം. അതാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ എല്ലാ വർഷവും ഒരു 30,000 രൂപ ഞാൻ തരാം. ഒരു വർഷത്തിന് 30,000 എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ എത്രയാ? 2,500 രൂപ. 10 മാസമാകും 25,000, 12 മാസമാകും 30,000. ഒരു മാസത്തിൽ 2,500 രൂപ. നമുക്ക് എത്ര ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്? വണ്ടി വാങ്ങിച്ചതിന്റെ ഇൻസ്റ്റാൾമെന്റ് 10,000 രൂപ മാസത്തിൽ അടക്കുന്നുണ്ട്. വേറെന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ച് വീടെടുത്തത്, അങ്ങനെ കാര്യങ്ങൾ പലതും ഇൻസ്റ്റാൾമെന്റുകൾ 10ഉം 20 ഒക്കെ ആയിട്ട് നമ്മൾ ഇതിനായിട്ട് എടുക്കുമ്പോൾ 2,500 രൂപ ഒരു മാസത്തിൽ ഞാൻ തരാം. അതാണ് ഈ 30,000 എന്ന് പറയുന്നത്. 2,500 രൂപ മാസത്തിൽ കൊടുക്കല. നോക്കുമ്പോ ചെറിയ പൈസയാണ്, ഒന്നിച്ചു കൊടുക്കണമെന്നില്ല. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള സമയത്ത് 2,500 രൂപ ഗൂഗിൾ പേ ചെയ്താൽ മതി സ്ഥാപനം. അങ്ങനെ വരുമ്പോൾ നമ്മൾ മരിച്ചാലും നമ്മുടെ കൂടെ മരിക്കാത്ത നന്മയായി ഒരു അടയാളമായി ഇവിടെ ബാക്കിയുണ്ടാകും. ആ മക്കളുടെ ദുആ, ആ മക്കളോതുന്ന ഖുർആൻ, ആ മക്കളുടെ ദിക്റ്, ആ മക്കളുടെ നിസ്കാരം, ആ മക്കളുടെ നോമ്പ്, ആ മക്കളുടെ തഹജ്ജുദ് എല്ലാം നമ്മുടെ ഖബറിടത്തിലേക്ക് കടന്നു വരും പ്രിയപ്പെട്ടവരെ. അതാണ് ഇൽമുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ഇൽമു ഭയങ്കര സംഭവമാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോട് ചോദിക്കുന്നുണ്ട്, അവിടെ ജിന്ന് വർഗ്ഗങ്ങളുണ്ട്, മനുഷ്യവർഗ്ഗങ്ങളുണ്ട്. അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ആരാണ് ബൽഖീസ് രാജ്ഞി എന്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് ആ രാജ്ഞിയുടെ സിംഹാസനം എന്റെ കൊട്ടാരത്തിലേക്ക് എത്തിക്കാൻ ആർക്കാണ് കഴിയുക? അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ആർക്കാ കഴിയുക? അപ്പോൾ ഒരാൾ എണീറ്റ് പറഞ്ഞു, ഖാല ഇഫ്രീത്തുൻ മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. സുലൈമാൻ നബിയെ, ചായ കുടിച്ചാൽ കുഴപ്പമില്ല, ചായന്റെ കൂടെ സംസാരിക്കാൻ പറ്റൂലേ? കട്ടൻ കാപ്പി കുടിക്കുന്ന പെൺകുട്ടികളോടാ പറയുന്നത്. കട്ടൻ കാപ്പി കുടിച്ച് സംസാരിക്കാൻ പാടില്ല, കുറച്ചൊക്കെ വേറെ കേൾക്കി, ആകെ 1 മണിക്കൂറേ ഉള്ളൂ. قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك. നിങ്ങൾ വിചാരിക്കേണ്ട ഒന്നും കാണുന്നില്ല, എല്ലാരും കാണുന്നുണ്ട്. സംസാരിക്കുന്നത് കാണും, ഉറങ്ങുന്നത് കാണും, ഒക്കെ കാണും. ചിലത് കാണാതിരിക്കണം. ഒരു 5 മിനിറ്റ് ഒക്കെ സംസാരിച്ചാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കും, കുഴപ്പമില്ല, സംസാരിച്ചോട്ടെ. 5 മിനിറ്റ് 10ഉം 15 മിനിറ്റ് ഒക്കെ തുടർച്ചയായിട്ട് സംസാരിക്കുമ്പോൾ പിടിക്കണ്ടേ? കൂടി പിടിച്ചില്ല പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരും? قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك. നിങ്ങൾ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പായി ഞാൻ കൊണ്ടുവരാം. ഇവിടെയോ ഉള്ള 2025 നമ്മളുള്ളത്. അമേരിക്കയിൽ നിന്നൊരു സാധനം നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇരുന്ന ഇരിപ്പിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ പറ്റുമോ? അമേരിക്കയിലുള്ള ഒരു സാധനം. ഇന്നത്തെ എല്ലാ ടെക്നോളജി നിങ്ങൾ ഉപയോഗിച്ചോളൂ. സൂപ്പർസോണിക് വിമാനങ്ങളോ ഹൈപ്പർലൂപ്പ് ട്രെയിനുകളോ നിങ്ങൾക്ക് എന്തുപയോഗിക്കാം? കഴിയോ? അമേരിക്കയിൽ നിന്നൊരു സാധനം ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റ് ചാരിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ. അപ്പൊ നമ്മുടെ ടെക്നോളജി ഇവിടെ എത്തിയിട്ടില്ല, പഠിച്ചവന്റെ ടെക്നോളജിന്റെ അടുത്ത് എത്തിയിട്ടില്ല. നിങ്ങൾ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം മൈലുകൾക്കപ്പുറത്തുള്ള, കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം.
എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഞാനത് ഏറ്റെടുത്തോളാം. അപ്പോഴാണ് അത് ജിന്നാണ് പറഞ്ഞതെങ്കിൽ അപ്പോഴാണ് അവിടെയുള്ള ഒരു ആലിമായ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. ഒന്ന് കണ്ണിമ്മി തുറക്കുമ്പോ അത് ഇവിടെ ഉണ്ടാവും. നിങ്ങൾ കസേര നണിക്കണ്ട, കണ്ണ് ചിമ്മു തുറക്കൂ സിംഹാസനം മുമ്പിൽ. وقال الذي عنده علم من الكتاب انا اتيك به قبل ان يرتد اليك طرفك. നിങ്ങളുടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أشكر أم أكفر. പറഞ്ഞു മാത്രമല്ല കണ്ണ് ചിമ്മി തുറക്കുമ്പോ സാധനം അവിടെ കണ്ണ് ചെമ്മി തുറക്കുമ്പോൾ മുമ്പിലുണ്ട് ആ രാജ്ഞിയുടെ സിംഹാസനം. മഹാനായ സുലൈമാൻ നബി പറയാണ്, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ അതോ നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്നുള്ള പരീക്ഷണമാണിത്. അള്ളാഹു ഇങ്ങനെയൊക്കെ നിഅമത്തുകൾ നൽകുന്നത്, അള്ളാഹു നിഅമത്തുകളും അനുഗ്രഹങ്ങളൊക്കെ നൽകുന്നത് നമ്മളെ പരീക്ഷിക്കാനാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാവണം. നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല നമ്മുടെ ഇഷ്ടമുള്ളതുകൊണ്ടൊന്നല്ല. നിങ്ങൾ എന്താ വിചാരിച്ച പൈസ കുറെ തരുന്നത് ഇഷ്ടമുള്ളതുകൊണ്ടാണെന്നോ? ബിൽഗേറ്റ്സും അംബാനിയൊക്കെ വലിയ പൈസക്കാരായത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. എലോൺ മസ്ക് പൈസക്കാരനായത്, സുക്കർബർഗ് പൈസക്കാരനായത് അള്ളാഹ് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. إن الله يعطي المال لمن أحب ولمن لم يحب. الله تعالى സമ്പാദ്യം അവൻ ഇഷ്ടപ്പെട്ടവനും ഇഷ്ടപ്പെടാത്തവനും കൊടുക്കും. പണം എല്ലാവർക്കും കൊടുക്കും, ഇഷ്ടപ്പെട്ടവനും കൊടുക്കും ഇഷ്ടപ്പെടാത്തവനും കൊടുക്കും. ولكن يعطي العلم علم الله നൽകുന്നത് لمن أحب അവൻ ഇഷ്ടപ്പെട്ടവന് മാത്രമാണ് ഇൽമ നൽകുക. ഒരു ആലിമായി ഒരു സ്കോളറായി മാറുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾ മാത്രമായിരിക്കും. നമ്മൾക്കൊരു പൊതുവൊരു ധാരണ ഉണ്ട്, ആലിം എന്ന് പറഞ്ഞാൽ ഉസ്താദുമാര് മാത്രമാണ്, മതവിദ്യാഭ്യാസമുള്ള ആള് മാത്രമാണ് ആലിമും. അങ്ങനല്ല കേട്ടോ. ആലിം എന്ന് പറഞ്ഞാൽ രണ്ടും വേണം. മതവും ഭൗതിക വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആളാണ്, എല്ലാം തിരിയുന്ന ആളാണ് ആലിം എന്ന് പറയുന്നത്. മതം മൊത്തം ഭൗതികത്തിന്റെ ABC അറിയില്ല, അവരെ കുറിച്ചൊന്നും വലിയ ആലിം. നമ്മളിപ്പോ ആലിം എന്നൊക്കെ പറയും, ആലിമിൽ അല്ലാമ എന്നൊക്കെ നമ്മൾ പറയും. ഭൗതിക വിദ്യാഭ്യാസം തൊട്ട് തിണ്ടാത്ത ആളുകളെ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ല, ലാംഗ്വേജ് അറിയില്ല, സയൻസ് അറിയില്ല, മാത്സ് അറിയില്ല, കിതാബ് മാത്രം തിരിയുള്ളൂ, അവരെയാണ് ആലിമുൽ അല്ലാമ എന്ന് പറയുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല, എല്ലാം തിരിയുന്നവരെയാണ് ആലിമുൽ അല്ലാമ എന്ന് പറയുന്നത്. ഏത് നമ്മൾ എത്ര വലിയ ഫഖീഹ് ആണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും കാലത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച്, ഇന്നോവേഷൻ അനുസരിച്ച്, കാലത്തിന്റെ വികസനത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ അതുമായി ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടാകണം. ആ ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോഴാണ് അതിനെയും പഴമക്കാരുടെ ഇൽമിനെയും കമ്പയർ ചെയ്തിട്ട് പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവരാൻ കഴിയുക. ഒരു കിതാബ് മാത്രം തിരിഞ്ഞു പുതിയ ഭൗതിക മേഖലയിൽ ഒന്നും തിരിയാത്ത ആളുകൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെ മസല പറയാൻ കഴിയും? അപ്പൊ വേറെ ആളെ ആശ്രയിക്കേണ്ടി വരും, വേറെ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഹാൻഡിക്യാപ്ഡ് ആയി. അപ്പൊ ഹാൻഡിക്യാപ്ഡ് ആകുന്ന നമ്മളെ കുറിച്ച് എങ്ങനെ ആലിം എന്ന് പറയാൻ? ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു കാര്യമില്ലെങ്കിൽ അംഗവൈകല്യം എന്ന് പറയും. അതേപോലെ ഇൽമിൽ ഒരു ബ്രാഞ്ച് അറിയില്ലെങ്കിൽ നമ്മൾ ഹാൻഡിക്യാപ്ഡ് ആണ്. എനിക്കിപ്പോ സയൻസ് അറിയില്ല, ഞാൻ ഹാൻഡിക്യാപ്ഡ് ആണ്. എനിക്ക് ഫിഖ് അറിയില്ല, ഞാൻ ഹാൻഡിക്യാപ്ഡ് ആണ്. ഭൗതിക വിദ്യാഭ്യാസം ഉള്ളവരെയോ ആലിം എന്ന് പറയാൻ പറ്റൂല. അവർക്ക് മതവിദ്യാഭ്യാസവും വേണം. വെറും ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, മതവിദ്യാഭ്യാസം അവർക്ക് അറിയണം. സംതിങ് അബൌട്ട് എവറിത്തിങ് ആൻഡ് എവറിത്തിങ് അബൌട്ട് സംതിങ്, അതാണ് ആലിം എന്ന് പറയുന്നത്. തിരിഞ്ഞോ? സംതിങ് അബൌട്ട് എവറിത്തിങ്, എവറിത്തിങ് അബൌട്ട് സംതിങ്. ഇങ്ങനെയാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്. ഉമ്മമാരെ കേട്ടോളി, അല്ലാതെ എല്ലാ വിഷയത്തിലും A+ വാങ്ങിക്കലല്ല. A+ വാങ്ങിച്ചതുകൊണ്ട് ഒരു ചുക്കുവാൻ പോകുന്നില്ല. ലോകം കണ്ട മഹാമാരൊന്നും A+ കിട്ടിയിട്ടില്ല എല്ലാ വിഷയത്തിലും. കേരളത്തിൽ, ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്ന വലിയ വലിയ നേതാക്കന്മാരൊക്കെ നോക്കിക്കോളി, ഒന്നിനും A+ എല്ലാ വിഷയത്തിലും കിട്ടിയിട്ടില്ല. കളിക്കാരാണെങ്കിലും സിനിമാ നടന്മാരാണെങ്കിലും സയന്റിസ്റ്റ് ആണെങ്കിലും ഇനി അറിയപ്പെട്ട പണക്കാരാണെങ്കിലും ബിൽ ഗേറ്റ്സ് എല്ലാ വിഷയത്തിലും A+ വാങ്ങിച്ച ആളല്ല. സച്ചിൻ ടെണ്ടുൽക്കർ പാസ് ആയിട്ടില്ല. വിരാട് കോഹ്ലി A+ വാങ്ങിച്ചിട്ടില്ല.
പിന്നെ ഐസക് ന്യൂട്ടൻ ഡ്രോപ്പ് ഔട്ട് ആണ് സ്കൂളിലെ. പിന്നെ അങ്ങനെ അറിയപ്പെട്ട വലിയ ഇതിഹാസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു നോക്കാം, പഠിച്ചു നോക്കാം. അവരൊന്നും A+ വാങ്ങിച്ചവരല്ല. A+ എന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് ചെയ്തിട്ട് പോയിട്ട് അങ്ങനെ എഴുതുക, അതിനാണ് A+ അറിയാം. അതുകൊണ്ട് A+ വാങ്ങിക്കാനല്ല നിങ്ങൾ നിങ്ങളുടെ മക്കളിൽ സമ്മർദ്ദം ഉണ്ടാക്കേണ്ടത്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മുടെ മക്കൾക്ക് അറിയണം. കമ്പ്യൂട്ടർ കൊടുത്താൽ എക്സൽ ഉപയോഗിച്ച് ചില കണക്കുകൾ ചെയ്യാൻ കുട്ടിക്ക് കഴിയണം. MS വേർഡ് ഉപയോഗിക്കാൻ അറിയണം, ഡിസൈൻ ചെയ്യാൻ അറിയണം, സയൻസ് അറിയണം, മാത്സ് അറിയണം, ലാംഗ്വേജ് അറിയണം, കിതാബ് തിരിയണം, അറബി അറിയണം, തജ്വീദിന്റെ നിയമങ്ങൾ അറിയണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ആ കുട്ടിക്ക് കുറച്ചറിയണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ കുട്ടി സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കണം. ഇതാണ് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പഠിക്കാൻ കഴിയില്ല. എവറിത്തിങ് അബൌട്ട് എവറിത്തിങ് അത് നടക്കില്ല. എല്ലാ കാര്യങ്ങളെ കുറിച്ചും പൂർണ്ണമായി അഗാധമായ പാണ്ഡിത്യം ആർക്കുണ്ടാവില്ല. അത് ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണ്. കിതാബ് തിരിയുന്ന ഒരു മനുഷ്യന് സയൻസിൽ ഒരു പക്ഷെ ഭയങ്കര അവഗാഹം, ഫിഖ്ഹിൽ ഭയങ്കര അവഗാഹം, കമ്പ്യൂട്ടറിൽ ഭയങ്കര അവഗാഹം, മാത്സിലും ലാംഗ്വേജിലും അത് എന്ത് ചോദിച്ചാലും അറിയുന്ന ആ ഒരു അവഗാഹം ഉണ്ടാവില്ലേ. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യണം? എല്ലാറ്റിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം. അങ്ങനെ സ്മാർട്ട് വർക്കാണ് ഉണ്ടാവേണ്ടത്. സ്മാർട്ടായ കുട്ടികളെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വളർത്തേണ്ടത്. പെണ്ണായാലും ആണായാലും സ്മാർട്ടായ കുട്ടികളെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ മതബൗദ്ധിക സ്ഥാപനങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയത്. SNEC ആയാലും ദാറുൽ ഹുദയുടെ സ്ഥാപനങ്ങളായാലും മറ്റുള്ള ഫൈസിയുടെ അവിടെയുണ്ട് ഭൗതിക സ്ഥാപനങ്ങള്, വാഫികളായാലും ഏത് സ്ഥാപനങ്ങളായാലും പ്രിയപ്പെട്ടവരെ മതം ഭൗതികം രണ്ടും വേണമെന്നുള്ളൊരു നിലപാടിലേക്ക് നമ്മൾ എത്താൻ കാരണം എന്താണ്? ചില വിഷയങ്ങളിൽ നമ്മൾ ഹാൻഡിക്യാപ്ഡ് ആവാൻ, ചില വിഷയങ്ങളിൽ നമ്മൾക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വരാണ്. അതില്ലാതിരിക്കാൻ അതുകൊണ്ട് ഉമ്മമാരെ, നമ്മുടെ മക്കളെ പെണ്ണായാലും ആണായാലും എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഒരു ഐഡിയ ഉള്ള ഒരാളാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എല്ലാ വിഷയങ്ങളെ കുറിച്ച് ഐഡിയ ഉള്ള ഒരാളാക്കി നമ്മൾ മാറ്റണം. നമ്മുടെ ആൺമക്കളും പെൺമക്കളൊക്കെ പഠിക്കട്ടെ, പഠിച്ചു വളരട്ടെ. അവർ സമൂഹത്തിന് ഉപകരിക്കുന്ന പണ്ഡിതന്മാരായവര് മാറട്ടെ. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് എന്താവണം പ്രിയപ്പെട്ടവരെ? എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ജോലി കിട്ടാനാണോ? ജോലി കിട്ടാനല്ല നമ്മൾ പഠിക്കേണ്ടത്. ജോലിക്ക് വേണ്ടി ഒരാളും പഠിക്കണ്ട. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന് ഒരാൾക്ക് തിന്നാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജോലി വേണമെന്നില്ല. നിങ്ങൾക്ക് തിന്നാൻ അല്ലാഹുവിന് നൽകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി വേണമെന്നില്ല. فلما دخل عليها زكريا المحراب وجد عندها رزقا. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിക്ക് ഭക്ഷണം നൽകാൻ മറിയം ബീവിയുടെ മുറിയിൽ കയറുകയാണ്. വജദ ഇൻദഹാ റിസ്ഖാ ഖാല അന്നാ ലകി ഹാദാ. മഹദിയായ മറിയമിനോട് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, അന്നാ ലകി ഹാദാ, എവിടെന്നാണ് നിനക്ക് ഇതെല്ലാം കിട്ടുന്നത്? ഖാലത് ഹിയ മിൻ ഇൻദില്ലാഹി വ മിൻ ഇൻദില്ലാഹ്, ഇത് എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല അത്ഭുതകരമായി റിസ്ക് നൽകാൻ അല്ലാഹു തയ്യാറാണ്. അതുകൊണ്ട് ജോലിക്ക് വേണ്ടി പഠിക്കണ്ട, ദീനിന് വേണ്ടി പഠിച്ചോളൂ മുഅ്മിനീങ്ങളെ. കുട്ടികളോടൊക്കെ പറയാൻ, ജോലി ഒന്നും പ്രതീക്ഷിക്കണ്ട, വരുമാന മാർഗങ്ങളൊന്നും ആഗ്രഹിക്കണ്ട, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി പഠിക്കുക, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി നിൽക്കുക. ചില ആളുകൾക്ക് ചില വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ പേടിയാണ്. അപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നൊരു മീഡിയം പോളിസി. എന്റെ അവിടെ പറഞ്ഞ ഈ ടീം ഒഴിവാക്കും, ഇവിടെ പറഞ്ഞ ആ ടീം ഒഴിവാക്കും. അങ്ങനല്ല, നമ്മൾക്ക് നമ്മുടേതായ ഒരു നിലപാടുണ്ട്. സത്യം സത്യത്തിന്റെ കൂടെ നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. അപ്പൊ നമ്മൾ ചില ആളുകൾ ഒഴിവാക്കും. നമ്മൾ അവരെ പ്രതീക്ഷിച്ചിട്ടല്ല ഇവിടെ ഭൂമിയിലേക്ക് പറന്നു വീണത്. ആരെങ്കിലും വിളിക്കുവോ, ആരെങ്കിലും വിളിക്കൂലേ, ആരെങ്കിലും ഒഴിവാക്കുവോ, ആരെങ്കിലും ടാർഗറ്റ് ചെയ്യോ, അത് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ഭൂമിയിലേക്ക് പറന്നു വീണത്. നമ്മൾക്കുള്ള റിസ്ക് അല്ലാഹു ഇവിടെ കണക്കാക്കിയിട്ടുണ്ട്. അത് ഞാനല്ലാതെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരാൾക്ക് പോലും തിന്നാൻ കഴിയില്ല. എന്റെ റിസ്ക്. അയ്യോ 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 അയ്യോ
അയ്യോ എന്റെ റിസ്ക് തിന്നാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല, അത് എനിക്കല്ല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിന്നാതെ ഞാൻ മരിച്ചു പോവില്ല. നിങ്ങളൊക്കെ പിടിച്ചു എന്നെ ആ റൂമിൽ കെട്ടിയിട്ടാലും എന്റെ റിസ്ക് ഞാൻ തിന്നാതെ ഞാൻ മരിക്കൂല. പിന്നെന്തിനു പഠിക്കണം? നിലപാട് പറയാം. രണ്ടു തോണിയിൽ കാലിടേണ്ട ആവശ്യമൊന്നുമില്ല. നിലപാട് പോലെ പറയണം. രണ്ടു തോണിയിൽ കാലിടുന്ന ആളുകൾ അതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. അവിടെ ജയിച്ചാൽ പറയും ഞങ്ങൾ കൂടെ ആയിരുന്നു, ഇവിടെ ജയിച്ചാൽ പറയും ഞങ്ങൾ കൂടെ ആയിരുന്നു. മുനാഫിക്ക് ഇങ്ങനെ പണിയെടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോടൊക്കെ പറയാം, നമ്മൾ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി പഠിക്കുക. വരുമാന മാർഗങ്ങളൊക്കെ പഠിച്ചും തരും, ഉറപ്പാണ്. അള്ളാഹുവിന്റെ വജ്ഹിനെ പഠിച്ച വരുമാന മാർഗങ്ങളൊക്കെ പഠിച്ചും തരും. നമ്മുടെ നീയത്ത് നന്നായാൽ അള്ളാഹു നമ്മൾക്കൊരു വഴി തുറക്കും. രാവിലെ നമ്മൾ എണീക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ അസ്ബഹ മിൻകും, നിങ്ങൾ രാവിലെ എണീക്കുന്നുണ്ട്, നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ദുനിയാവാണെങ്കിൽ, നിങ്ങളുടെ ഉദ്ദേശം ദുനിയാവിനെ വെട്ടിപ്പിടിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം, വേറൊരു ചിന്തയില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസിലൂടെയാണ് പറയുന്നത്, വലിയ കാടുകളിൽ വനങ്ങളിൽ വന്യമൃഗങ്ങൾ ഇരയെ വേട്ടയാടുന്നത് പോലെ അതിന്റെ പിന്നാലെ ഓടി 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 നിങ്ങൾ ഏതെങ്കിലും ഒരു ഇരയെ വേട്ടയാടും. വന്യമൃഗങ്ങൾ ഇരയെ വേട്ടയാടുന്നത് പോലെ ദുനിയാവിന്റെ പിന്നാലെ നിങ്ങളോടും. അങ്ങനെ വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അള്ളാഹു കണക്കാക്കിയത് മാത്രമാണ്. നിങ്ങളിങ്ങനെ വന്യമൃഗങ്ങൾ ഇരയെ വേട്ടയാടുന്നത് പോലെ ഓടിയത് കൊണ്ട് ഒരു നയാ പൈസ നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. അള്ളാഹു കണക്കാക്കിയതല്ലാതെ ഒരു നയാ പൈസ നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. എന്നാൽ എന്റെ അടുത്ത് നിങ്ങൾ നിന്ദ്യരാണ്, എന്റെ അടുത്ത് നിങ്ങൾ നിന്ദ്യരാണ്. ദുനിയാവനെ വെട്ടിപ്പിടിക്കാനാണ് രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ ചിന്തയെങ്കിൽ, എന്നാൽ നിങ്ങളുടെ ചിന്ത ആഖിറമാണ്. ഈ ദീനാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ ദീനിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഈ പരിശുദ്ധ ദീനിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്തയോടെ രാവിലെ നിങ്ങൾ എണീറ്റാൽ അല്ലാഹു തആല നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം തരും. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് തരും. നീ എന്റെ അടുത്ത് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നേഹിതനാണ്, എന്റെ അടുത്ത് എന്റെ ഇഷ്ടക്കാരനാണ്. നീ ആഗ്രഹിച്ചതൊക്കെ നിനക്ക് കിട്ടും ചെയ്യും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളാരും ദുനിയാവിന് വേണ്ടി പഠിക്കരുത്. അള്ളാഹുവിന്റെ ദീന് നന്നാവാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് നടത്താൻ, അള്ളാഹുവിന്റെ ദീനിനൊരു സൽപ്പേരുണ്ടാക്കാൻ വേണ്ടിയാ നമ്മളൊക്കെ പഠിക്കേണ്ടത്. സ്ഥാപനങ്ങളുടെ ലക്ഷ്യതാവണം. ഏതൊരു സ്ഥാപനങ്ങളായാലും സ്ഥാപനത്തിന്റെ ലക്ഷ്യവും അള്ളാഹുവിന്റെ ദീന് നിലനിർത്തുക എന്ന ലക്ഷ്യമാവണം. അല്ലാതെ പണം ഉണ്ടാക്കലല്ല. അങ്ങനെ അള്ളാഹുവിന്റെ ദീൻ ലക്ഷ്യമാക്കി തുടങ്ങുന്ന ഒരു സ്ഥാപനങ്ങളും തകർന്നു പോവില്ല. ഒരു സ്ഥാപനം തകർന്നു പോവില്ല. ദാറുൽ ഹുദയ്ക്കൊക്കെ ഒരു മാസത്തില് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ചെലവെടുത്തു. കോടികൾ. നിങ്ങൾക്ക് ചിലപ്പോൾ 10 ലക്ഷമൊക്കെ ആയിരിക്കും. എത്ര നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാസത്തില് 10 ലക്ഷം 5 ലക്ഷം ഉണ്ട്. ഇപ്പൊ 5 ലക്ഷം ഉണ്ടാവും അല്ലെ? ഒരു 5 ലക്ഷം ഉണ്ടാവും. അത് തന്നെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവും. അതേസമയം ദാറുദയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. 1.5 കോടി 2.5 കോടിയൊക്കെ ഒരു മാസത്തിൽ മീറ്റ് ചെയ്യണം. അസാമിലും ആന്ധ്രാപ്രദേശിലും ബോംബെയിലും തിരുവനന്തപുരത്തെല്ലാം ബ്രാഞ്ചുകളുണ്ട്. അവിടെയെല്ലാം 400-ൽ പരം വിദ്യാർത്ഥികളുണ്ട്. ദാറുൽ ഹുദയിലുണ്ട് 2000-ഓളം വിദ്യാർത്ഥികൾ. അതൊക്കെ പഠിച്ചോ ശരിയാക്കുന്നു. നിങ്ങൾ എങ്ങനെ ഈ മാസത്തിൽ 2 കോടി ഉണ്ടാക്കും? ഒരു മാസം 1 കോടി 2 കോടി ഒക്കെ ഉണ്ടാക്കും. അതൊക്കെ ഇത്ര കാലം പോയില്ലേ? എന്തുകൊണ്ടാണത്? നല്ല നീയത്തോടു കൂടി നമ്മൾ എന്ത് തുടങ്ങിയാലും അല്ലാഹുവിന്റെ നാമം കൊണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യങ്ങളുടെയും ബറക്കത്ത് നഷ്ടപ്പെടും. ബിസ്മി കൊണ്ട് അഥവാ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങാത്ത എല്ലാം പകുതിയിൽ വെച്ച് അവസാനിക്കും.
നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയാൽ അവിടെ അള്ളാഹു ബറക്കത്ത് ചെയ്യും. ഏതുപോലെ മറിയം ബീവിക്ക് അള്ളാഹു തആല ഭക്ഷണം നൽകിയതുപോലെ ആനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയായിരുന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് ദിവസങ്ങളോളം ഒരു വീട്ടിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു, ജയിലിലടച്ചിരുന്നു. ആ സമയത്ത് മഹാനായ ഖുബൈബ് തങ്ങളുടെ മുമ്പിൽ മക്കയിൽ എവിടെയും കാണാത്ത ഭക്ഷണം അല്ലാഹു നൽകിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അന്ന് മക്കയിൽ എവിടെയും കാണാത്ത ഭക്ഷണം. ഖുബൈബ് ഒരു സ്വഹാബിയാണ്, പ്രവാചകനല്ല. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു തആല ഒരു കണക്ക് പോലുമില്ലാത്ത അത്ഭുതകരമായ രീതിയിൽ പ്രതീക്ഷിക്കാത്ത വഴിയിലൊക്കെ റിസ്ക് നൽകുന്നവനാണ് അല്ലാഹു. പക്ഷെ നിയ്യത്ത് നന്നാവണം, ഉദ്ദേശം നന്നാവണം. അതുകൊണ്ട് ജോലിക്ക് വേണ്ടിയല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കുന്ന ഒരു കാലം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ അയക്കുകയാണ്. എന്താ ഉദ്ദേശം? പഠിപ്പിക്കുന്നത് ദീനന്നെ ഹാഫിളാക്കാൻ വേണ്ടി പഠിച്ചു വെച്ചു. എന്തിന്? ഹാഫിളായി കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ ഏതെങ്കിലും പള്ളിയിൽ നല്ല ഇമാമത്തിന്റെ ജോലി കിട്ടിയാൽ ഒരു 10,000 ദിർഹം സാലറിയും പ്ലസ് ഫാമിലി അക്കോമഡേഷൻ ഉണ്ടാവും. കുഴപ്പമില്ല, എന്റെ കുട്ടി പഠിച്ചു. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യം ദുനിയാവാണ്. വർക്കത്തുണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് ദീന് തന്നെ ലക്ഷ്യം വെക്കാം, പക്ഷെ അതും സ്വാർത്ഥമാവാൻ പാടില്ല. ചില ആളുകൾ മക്കളെ ഹാഫിളീങ്ങളാക്കുമ്പോൾ ലക്ഷ്യം ദീനാണ്, പക്ഷേ സ്വാർത്ഥതയാണ്. എന്താ ലക്ഷ്യം? ഒരു ഹാഫിലിന് 40 ആളുകളെ നാളെ മഹ്ശറാ ലോകത്ത് ശഫാഅത്ത് ചെയ്യാൻ അവകാശമുണ്ട് എന്നുള്ള പ്രഭാഷണങ്ങൾ കേട്ടിട്ട് മക്കളെ ഹാഫിലീങ്ങളാക്കി ഉമ്മമാരൊക്കെ ഉഡായിപ്പായിട്ട് നടക്കാൻ. മക്കളൊക്കെ ഹാഫിൽ, എന്റെ മോൻ ഹാഫിൽ, എന്റെ മക്കള് നാളെ എന്നെ രക്ഷപ്പെടുത്തും. ഒരു ഉമ്മമാരും വിചാരിക്കണ്ട ഈ ഹാഫിൽ ആയതുകൊണ്ട്, മക്കൾ ഹാഫിൽ ആയതുകൊണ്ട് ഉമ്മമാര് സ്വർഗത്തിലെത്തും. ഇതൊക്കെ വാദ പറയുമ്പോ ഇങ്ങനെ പിരിവിന് വേണ്ടി ഇങ്ങനെ പറയാന്നല്ലാതെ ഇതുകൊണ്ടൊന്നും സ്വർഗത്തിലെത്തുന്ന ആരും വിചാരിക്കണ്ട. ഒരു ഹാഫിൽ എന്ത് ഹാഫിൽ എന്ന് പറഞ്ഞാല് ഖുർആൻ മനപ്പാടാക്കലാണ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ. ഖുർആൻ മനപ്പാടാക്കലാണ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ. ഹാഫിലീങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന്, ഹാഫിലീങ്ങളുടെ ജീവിതശൈലി എന്താവണമെന്നെല്ലാം ഹദീസുകൾ ഒരുപാടുണ്ട്. ഒരു ഹാഫിൽ എന്തിനാണ് നമ്മൾ മക്കളെ ഖുർആൻ ഹാഫിലാക്കുന്നത്, മനപ്പാടമാക്കുന്നത് എന്തിനാണ്? ഖുർആൻ മനപ്പാടമാക്കിയിട്ട് എന്ത് നേട്ടമാണ് ദീനിനുള്ളത്? എന്ത് നേട്ടം? ഹാഫിലീങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. എന്ത് നേട്ടമാണ് മക്കള് ഖുർആൻ മനപ്പാടമാക്കിയത് കൊണ്ട് ദീനിന് എന്ത് നേട്ടമാണുള്ളത്? തറാവീഹ് ഇമാമത്ത് നിൽക്കുക റമളാനിൽ, അല്ലാതെ വേറെന്തെങ്കിലും നേട്ടണ്ട? തറാവീഹ് ഇമാമത്ത് നിൽക്കാമെന്നല്ലാതെ എന്ത് നേട്ടമാണ് ദീനിനുള്ളത്? അപ്പൊ അതിന്റെ അർത്ഥം തന്നെ ഹാഫിളാക്കണ്ടെന്നല്ല, ഹാഫിളാക്കണം. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ മനപ്പാടമാക്കിയിട്ട് പഠനം നിർത്തേണ്ടവരല്ലവർ. അതിന്റെ കൂടെ ഖുർആനിൽ ഗവേഷണം നടത്തേണ്ടവരാണ്. അവർ റിസർച്ച് ചെയ്യണം. അവർ ഹാഫിളീങ്ങളായ ഡോക്ടർമാര് വേണം, ഹാഫിളീങ്ങളായ IAS വേണം, ഹാഫിളീങ്ങളായ അഡ്വക്കേറ്റുമാര് വേണം, ജഡ്ജിമാർ വേണം, വക്കീലുമാര് വേണം, IPS വേണം, പോലീസുകാര് വേണം. എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും ഖുർആൻ കൊണ്ട് ജീവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാവണം. എന്താണ് സ്വഭാവം? ഒരു IAS അവിഹിത ഇടപാടിലൂടെ പണമുണ്ടാക്കുന്നവനാകാൻ പാടില്ല. ഒരു MLA, ഹാഫിളായ ഒരു MLA, കമ്മീഷൻ വാങ്ങുന്ന MLA ആവരുത്, കമ്മീഷൻ വാങ്ങുന്ന പോലീസുകാരനാവരുത്, അഴിമതി നടത്തുന്ന IAS കറപ്ഷൻ ഉള്ള ഒരു ജഡ്ജിയാവരുത്. അതിനാണ് ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞത്. നബിതങ്ങളോട് സ്വഭാവം എന്താണ് എന്ന്, നബിതങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് ആയിഷയോട് ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാന ഖുലുഖുഹു ഖുർആനാ,
നബി തങ്ങളുടെ ഖുർആൻ നെഞ്ചിലല്ലായിരുന്നു, നബി തങ്ങളുടെ ഖുർആൻ ശരീരം മുഴുവനായിരുന്നു, നടക്കുന്ന ഖുർആനായിരുന്നു നബി തങ്ങള്. അതേപോലെ ഹാഫിലിങ്ങൾ നടക്കുന്ന ഖുർആനാവണം, അവരുടെ പെരുമാറ്റം ഖുർആനാവണം, അവരുടെ സ്വഭാവം ഖുർആനാവണം, അവരുടെ സംസാരം ഖുർആനാവണം, അവരുടെ പ്രവർത്തനങ്ങൾ ഖുർആനാവണം. അവര് ജനങ്ങളെല്ലാം പൊട്ടിച്ചിരിക്കുമ്പോൾ അവരുടെ കൂടെ പൊട്ടിച്ചിരിക്കേണ്ടവരല്ലവര്, ജനങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോൾ അവരുടെ കൂടെ ഉറങ്ങേണ്ടവരല്ലവര്. കാരണം ഞാൻ എന്റെ അഭിപ്രായം പറയല്ല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഹദീസാണ് ഞാൻ പറയുന്നത്. ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോ അവരും ഇതേപോലെ പുതച്ചുറങ്ങേണ്ടവരല്ല, ജനങ്ങളൊക്കെ പൊട്ടിച്ചിരിക്കുമ്പോ അവരുടെ കൂടെ കളിക്കേണ്ടവരല്ല. അവർക്ക് ഒരുപാട് ധാർമ്മികമായ മതകീയമായ ഉത്തരവാദിത്വമുണ്ട്. അവർ എണീറ്റ് നിസ്കരിക്കണം, അവരെണീറ്റ് ഖുർആൻ ഓതണം, അവരുടെ സ്വഭാവം ഖുർആനാവണം, ജനങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു ദഅവത്ത് ചെയ്യുന്ന ഒരാളായി മാറണം. ഇങ്ങനെ ഒരു ഖുർആൻ പഠിച്ചിട്ട് മരിക്കുന്നത് വരെ തുടർന്നാലാണ് ആ മക്കൾക്ക് ഉമ്മമാരെ രക്ഷപ്പെടുത്താൻ കഴിയുക. അല്ലാതെ ഖുർആൻ 3 വർഷം ഇവിടുന്ന് പഠിച്ചു, ശംസുൽ ഉലമ അക്കാദമിയിൽ നിന്ന് 3 വർഷം പഠിച്ചു, പിന്നെ ഖുർആനായിട്ടൊരു ബന്ധമില്ല. അവര് നല്ലോണം നിങ്ങളെ രക്ഷപ്പെടുത്തും, അവര് നല്ലോണം രക്ഷപ്പെടുത്തും. 3 വർഷം സമൂഹത്തിന്റെ പൈസ 5 ലക്ഷം രൂപയുടെ ചെലവഴിച്ച് മക്കളെ ആഫിൽ നിങ്ങളാക്കിയിട്ട് സമൂഹത്തിന് ഉപകാരമുള്ള ഒരു പണി എടുക്കാതെ ആഫിൽ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ നിങ്ങൾക്ക് സ്വർഗല്ല കിട്ടുക, നല്ല ദണ്ടെടുത്തിട്ടുള്ള അടിയ കിട്ടുക കബറിന്. 3 വർഷം ഒരു പൈസ ചെലവില്ലാതെ മക്കളെ ഹാഫിൽ നിങ്ങളാക്കിയിട്ട് നിങ്ങളെ മക്കളെ കൊണ്ട് സമൂഹത്തിന് എന്ത് ഉപകാരം ഉണ്ടായി എന്ന് ചോദിച്ചാല് എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, മക്കള് നല്ലൊരു ദീനിയായി ജീവിച്ച് നല്ലൊരു ഹാഫിളായി ജീവിതത്തിൽ അതൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ഹാഫിളാക്കി മാറ്റണം. എങ്കിൽ എന്നെ നാളെ ആഖിറത്തിൽ അല്ലാഹു രക്ഷപ്പെടുത്തും എന്നാണ് നിങ്ങളുടെ നിയ്യത്ത് സങ്കല്പിക്കുക. എങ്കിലും ആ നിയ്യത്ത് സെൽഫിഷാണ്, സ്വാർത്ഥതയാണ്. അതിൽ ദീനിന് എന്ത് നേട്ടമുള്ളത്? അതിൽ ദീനിന് എന്ത് ഉപകാരമുള്ള ആ നിയ്യത്തിൽ? അത് നിങ്ങളുടെ നേട്ടമാണ്, അതൊരു സ്വാർത്ഥമായ താല്പര്യമാണ്. ഞാൻ രക്ഷപ്പെടാൻ, എന്റെ മോൻ ഖുർആൻ പഠിച്ചിട്ട് ഞാൻ രക്ഷപ്പെടാം. നിങ്ങൾ രക്ഷപ്പെടാനല്ല ഖുർആൻ പഠിക്കാൻ പറഞ്ഞത്, ദീൻ രക്ഷപ്പെടാനാണ്, ദീനിന് ഉപകാരം ഉണ്ടാവാനാണ് നിങ്ങളോട് ഖുർആൻ പഠിപ്പിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് സ്വാർത്ഥ ചിന്തയും വേണ്ട. മക്കളെ ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കാൻ നിങ്ങൾ നിയ്യത്ത് ചെയ്താൽ നിങ്ങൾ അതുകൊണ്ട് സ്വർഗത്തിലെത്തും. മൗലാനാ മുഹമ്മദ് അലി ജൗഹർ, ഷൗക്കത്ത് അലി, ഇവരൊക്കെ നമുക്കറിയാം. ഇവരൊക്കെ ഇവരായത് ഇവരുടെ ഉമ്മ കാരണത്താലാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിന്റെ പേരിൽ, സംസാരിച്ചതിന്റെ പേരിൽ മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഗാന്ധിജി പോലും രക്ഷപ്പെടുത്താൻ വേണ്ടി, ജയിൽ മോചിപ്പിക്കാൻ വേണ്ടി കത്തുമായി ബ്രിട്ടീഷുകാരെ സമീപിച്ച് സമരം ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് ബിയുമ്മ എന്ന് പറയുന്ന ഈ 2 ആളുകളുടെ മാതാവ് അവർക്ക് കത്തെഴുതുന്നത്. ഇന്ത്യയുടെ നിലപാടിനെതിരായി, ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി ഏതെങ്കിലും ഒരു പേപ്പറിൽ ഒപ്പുവെച്ചിട്ട് അവരോട് മാപ്പ് ചോദിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ എന്റെ വീട്ടിലേക്ക് ഞാൻ കയറ്റൂല എന്ന് പറഞ്ഞ ആ ബിയുമ്മയുടെ മക്കളാണ് നമ്മുടെ മക്കളായി മാറേണ്ടത്. അല്ലാതെ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി വന്നിട്ട് ഇന്ന് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറയുന്ന ചില ഫാസിസ്റ്റുകളുടെ തലവന്മാരെ പോലെയല്ല. ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തിട്ട് ജയിൽ മോചിതനായി വന്നിട്ട് ഇന്ന് ചില ആളുകൾ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകളുണ്ട്. അവരെ പോലെയല്ല, ചരിത്രം പഠിക്കണം. എന്നിട്ട് മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹം പരിശോധിക്കുക. ചില ആളുകൾ കശ്മീരിലെ പഹൽഗാമയിൽ തീവ്രവാദികളുടെ അക്രമം ഉണ്ടായപ്പോ ചില ആളുകൾ ആക്രോശിക്കുകയാണ് മുസ്ലിമീങ്ങൾക്കെതിരെ. മുസ്ലിമീങ്ങൾക്ക് നിങ്ങളാരും രാജ്യസ്നേഹം പഠിപ്പിക്കണ്ട, മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ ആരും രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹം എന്താണെന്നറിയാൻ ഇന്ത്യ ഗേറ്റ് ഉണ്ട്. ആ ഇന്ത്യ ഗേറ്റിന്റെ ഓരോ ചുമരുകളിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായി കൊല്ലപ്പെട്ട 100 കണക്കിന് രക്തസാക്ഷികളുടെ പേരുണ്ട്. ആ രക്തസാക്ഷികളുടെ പേരിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് മതക്കാരുടെ പേരാണെന്ന് ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ പോയി വായിക്കാൻ അറിയുമെങ്കിൽ ഒരു തവണ വായിച്ചാൽ മതി. മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹം അളക്കാൻ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷം. എന്നിട്ടും ഇന്ത്യ ഗേറ്റിൽ എഴുതപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം നാമങ്ങൾ. രക്തസാക്ഷികൾ
അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹം അടക്കാൻ നിങ്ങൾ ആരും വരണ്ട. നോക്കൂ, നിങ്ങൾ ആരാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നമുക്കറിയാം. വാര്യൻകുന്നത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണ് മറച്ചുകൊണ്ട് പിൻഭാഗത്ത് വെടിവെക്കാൻ ബ്രിട്ടീഷുകാര് തയ്യാറായപ്പോ എന്റെ പിൻഭാഗത്ത് നിങ്ങൾ വെടിവെക്കണ്ട എന്ന് പറഞ്ഞ് എന്റെ നെഞ്ചിലേക്ക് വെടിവെക്ക് എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ധീരമായി പോരാടി മരിച്ചുപോയ ആളാണ് ആര്? ധീരമായി പോരാടി മരിച്ചുപോയ ആളാണ് വാര്യൻകുന്നത്ത്. അതേപോലെ ഒരിക്കലും മാപ്പെഴുതി ബ്രിട്ടീഷുകാർക്ക് നിരന്തരമായി മാപ്പെഴുതി നിങ്ങൾ പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ആഗ്രഹങ്ങൾക്കും ഇന്ത്യയുടെ ആശയങ്ങൾക്കുമെതിരെ ബ്രിട്ടീഷിന് അനുകൂലമായി ഒപ്പെഴുതിയിട്ടല്ല മുസ്ലിം നേതാക്കന്മാർ ഇവിടെ മരിച്ചുപോയത്. ഇന്ന് ചില ആളുകൾ സ്വാതന്ത്ര്യ സമര സേനാനിയായി കൊട്ടിഘോഷിക്കപ്പെടുന്ന ചില ആളുകളുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം. അതോടൊപ്പം മഹാനായ ടിപ്പു സുൽത്താന്റെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം. ടിപ്പു സുൽത്താനെ ചില ആളുകൾക്ക് ഇന്ന് പറ്റുന്നില്ല. ടിപ്പു സുൽത്താനെ ചില ആളുകൾക്ക് ഇന്ന് ദഹിക്കുന്നില്ല. എങ്ങനെ ദഹിക്കും? ബ്രിട്ടീഷുകാരിട്ട ഒരു നാമം പോലും വായിക്കാനോ ആ നാമങ്ങളോട് ഐത്തമില്ലാത്ത സർക്കാർ. ബ്രിട്ടീഷുകാരിട്ട ഒരു നാമം പോലും ഒരു ഗ്രൗണ്ട് ആയാലും പട്ടണമായാലും റെയിൽവേ സ്റ്റേഷൻ ആയാലും എയർപോർട്ട് ആയാലും ഏത് പട്ടണങ്ങളായാലും ബ്രിട്ടീഷുകാർ നാമകരണം ചെയ്ത ഒരു നാമം പോലും മാറ്റാൻ താല്പര്യമില്ലാത്തവർ മുസ്ലിം രാജാക്കന്മാരിട്ട നാമങ്ങളോട് മാത്രമാണ് അവർക്ക് ഐത്തമുള്ളത്. റെയിൽവേ സ്റ്റേഷനായാലും പട്ടണങ്ങളായാലും യുപിയിലൊക്കെ എത്രയെത്ര പട്ടണങ്ങളുടെ നാമമാണ് മാറ്റുന്നത്? എല്ലാം മുസ്ലിം രാജാക്കന്മാരിട്ട നാമങ്ങള്. എന്നാൽ ബ്രിട്ടീഷുകാരിട്ട പേരുകൾ എന്തേ അവർ മാറ്റാത്തത്? കാരണം അവർക്ക് പണ്ടും ഇന്നും ബ്രിട്ടീഷുകാരുടെ ഐത്തമില്ല. ഇന്നവർക്ക് ബ്രിട്ടീഷുകാർ പ്രശ്നമില്ല, അന്നവർക്ക് ബ്രിട്ടീഷുകാർ പ്രശ്നമില്ല. കാരണം ബ്രിട്ടീഷുകാർക്ക് മാപ്പീതി ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിന് കൂടെ നിന്നവരാണ്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഈ പറയപ്പെട്ട ഫാസിസ്റ്റുകളിൽ നിന്ന് എടുത്തു കാണിക്കാൻ പറ്റുമോ എന്ന് ഞാനല്ല ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ്, ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു RSS പ്രവർത്തകനെ ഈ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ചായിട്ട് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹം ഒരാളും അളക്കാൻ വരരുത്. നിങ്ങൾക്കറിയുമോ ബഹദൂർ ഷാ സഫറിനെ? ബഹദൂർ ഷാ സഫർ അവസാനത്തെ മുഗൾ രാജാവിനെ പോലും അവർ നാട് കടത്തുമ്പോ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഒരു പിടി മണ്ണും വാരിയിട്ടാണ് അദ്ദേഹം നാട് വിട്ടുപോകുന്നത്. ഒരു പിടി മണ്ണ്. എന്തിനെന്നറിയോ? അവസാനം എവിടെയാണോ മരിക്കുന്നത് ആ മരിക്കുന്ന സമയത്ത് ഖബറിൽ മറമാടുമ്പോ കബിൾ തടത്തിലേക്ക് ഒരു പിടി മണ്ണ് വെക്കാറുണ്ട്. ആ മണ്ണ് ഞാൻ ജനിച്ചു വീണ എന്റെ രാജ്യത്തിന്റെ മണ്ണാവണമെന്ന് പറഞ്ഞിട്ട് ഈ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് ഇവിടെ നിന്ന് നാട് കടത്തുന്ന സമയത്ത് പോയ അവസാനത്തെ മുഗൾ രാജാവാണ് ബഹദൂർ ഷാ സഫർ. പ്രിയപ്പെട്ടവരെ, അതേപോലെ ടിപ്പു സുൽത്താന്റെ കൊട്ടാരത്തിലേക്ക് മീർ സ്വാദിഖുമാരുടെ ചതിയിലൂടെ ബ്രിട്ടീഷുകാർ നുഴഞ്ഞു കയറി ആക്രമണം അഴിച്ചുവിട്ടപ്പോ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് വരെ ബ്രിട്ടീഷുകാരോട് പോരാടി ധീരമായി രക്തസാക്ഷിത്വം വഹിച്ച ടിപ്പു സുൽത്താന്റെ മുന്നിൽ ആജ് ഹിന്ദുസ്ഥാൻ ഹമാരാ ഹൈ എന്ന് പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ നേതാവാണ്. ഇന്ന് ഇന്ത്യ നമ്മുടേതാണ്. ടിപ്പു സുൽത്താൻ മരിച്ചപ്പോഴാ പറഞ്ഞത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്കാരും രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട. പഹൽഗാമയിൽ തന്നെ പല്ലവിയും ആരതിയും എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ പറയുന്നുണ്ട് അവരെ രക്ഷപ്പെടുത്തിയ മുസ്ലിമീങ്ങളായ ആദിൽ ഷായെ കുറിച്ച്, ഷമീറിനെ കുറിച്ച്. ഒട്ടക സവാരിക്കാരൻ, കുതിര സവാരിക്കാരൻ താൻ മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും തന്റെ കൂടെ കുതിര സവാരിക്ക് വന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തീവ്രവാദിയുടെ കയ്യിൽ നിന്ന് തോക്ക് വലിച്ചു വാങ്ങാൻ ശ്രമിച്ച് അയാളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്റെ ശരീരം പോലും ത്യാഗം ചെയ്യാൻ മടിയില്ലാതെ ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു ചെറുപ്പക്കാരനാണ് ആദിൽ ഷാ എന്ന് പറയുന്ന കുതിര സവാരിക്കാരൻ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ തീവ്രവാദ ആക്രമണത്തിൽ ഒരു മുസൽമാൻ പോലും കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, ആരതിയുടെയും പല്ലവിയുടെയും മുസ്ലിം സമുദായം അവരെ സഹായിച്ച കഥകൾ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ വീണ്ടും രണ്ടാമതൊരു അക്രമം നമ്മൾ പ്രതീക്ഷിക്കാമായിരുന്നു. അവിടെ ഗുജറാത്ത് പോലെ, മുസഫർ പോലെയുള്ള ഒരു അക്രമം നമ്മളവിടെ പ്രതീക്ഷിക്കേണ്ടിയിരുന്നു. പ്രിയപ്പെട്ടവരെ, അതെല്ലാം അവരെത്ര കുതന്ത്രം പ്രയോഗിച്ചാലും അള്ളാഹുവിന്റെ തന്ത്രത്തിന്റെ മുന്നിൽ അവരുടെ കുതന്ത്രം വിലപ്പോവില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ആരതി എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞത്. അവരെനിക്ക് എന്റെ സഹോദരന്മാരെ പോലെയാണ്. പല്ലവി എന്ന്
പറയുന്ന സഹോദരി പറഞ്ഞത്, അവരെനിക്ക് എന്റെ സഹോദരന്മാരെ പോലെയാണ്, അത്ര സേഫ് ആയിട്ടാണ് അവരെന്നെ സംരക്ഷിച്ചത് എന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടികൾ പറഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ഈ ആദിലയും പല്ലവിയൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ മീഡിയകൾ മൊത്തം മുസ്ലിമീങ്ങളെ വർഗീയവാദികളും തീവ്രവാദികളാക്കി മുദ്രകുത്തി എങ്ങനെയെങ്കിലും ഒരു വർഗീയ ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുമായിരുന്നു, ആസൂത്രണങ്ങൾ നടത്തുമായിരുന്നു. തീവ്രവാദികൾക്ക് മതമില്ല മുഅ്മിനീങ്ങൾ. സഹോദരങ്ങളെ, തീവ്രവാദികൾക്ക് മതമില്ല, അവരുടെ മതം തീവ്രവാദം. അവര് മുസ്ലിങ്ങളാണോ ഹിന്ദുവാണോ ക്രൈസ്തവരാണോന്നില്ല, അവരുടെ മതം തീവ്രവാദം. ഇസ്രായേലിൽ പാവപ്പെട്ട പിഞ്ചോമന മക്കൾ അഭയാർത്ഥികളായി താമസിക്കുന്ന ടെന്റിലേക്ക് പോലും ബോംബുകൾ സ്ഫോടനം ചെയ്ത് വ്യോമാക്രമണം നടത്തി ആകാശ ലോകത്ത് നിന്ന് ബോംബുകളിട്ട് ആ ബോംബുകളുടെ പവർ കാരണത്താൽ താഴെ കിടന്നുറങ്ങുന്ന പിഞ്ചോമന മക്കളുടെ ഡെഡ് ബോഡികൾ 2ഉം 3ഉം നിലയുള്ള ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് താഴെ കിടക്കുന്ന കുട്ടികൾ ബോംബ് സ്ഫോടനത്തിന്റെ ഉഗ്രമായ തീവ്രമായ പവർ കാരണത്താൽ താഴെ കിടന്നുറങ്ങുന്ന 2 മക്കളുടെ ഡെഡ് ബോഡി ബിൽഡിങ്ങിന്റെ മുകളിലാണ്. അതിലൊരാളുടെ ശരീരത്തിൽ പകുതി ഒന്നുമില്ല, ബാറ്റിനുള്ളിൽ നിന്നൊക്കെ പുറത്താണ്. വേറൊരാൾ ചോര മുഴുവൻ കുളിച്ച് കിടക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി മരിക്കാതെ രക്ഷപ്പെട്ടു. പക്ഷേ ആ കുട്ടിയുടെ ബ്രെയിൻ എന്തോ മസ്തിഷ്ക രോഗം പിടിപെട്ട് പ്രയാസത്തിൽ. അവര് തീവ്രവാദികളാണ്, അവര് ജൂതന്മാരാണ് എന്ന് പറഞ്ഞ ജൂത തീവ്രവാദികൾ എന്നല്ല, അവർക്ക് മതമില്ല, തീവ്രവാദികൾക്ക് മതമില്ല. പ്രിയപ്പെട്ടവരെ, അക്രമം ചെയ്യുന്നവരുടെ മതം വെച്ചല്ല നമ്മൾ ഓരോ ആളുകളെ അളക്കേണ്ടത്. അക്രമം ചെയ്യുന്നവരുടെ മതം തീവ്രവാദികളുടെ മതം തീവ്രവാദമാണ്. അവർ ഹിന്ദുവാണോ ക്രൈസ്തവരാണോ മുസ്ലിമീങ്ങളാണോ എന്നല്ല നോക്കേണ്ടത്. ഈ രാജ്യത്ത് നടന്ന ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും മുസ്ലിമീങ്ങൾ പ്രതിയായി പിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്ക്. ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ പാകിസ്ഥാന് വേണ്ടി ചോർത്തിക്കൊടുത്ത ഒരുപാട് ആളുകളെ നമ്മുടെ പത്രങ്ങളിൽ പിടിക്കപ്പെട്ട വാർത്തകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതിലൊരാൾ പോലും മുസ്ലിം നാമധാരിയായ ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആയുധ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തവർ എല്ലാ പത്രങ്ങളുടെ കട്ടിങ് എന്റെ കയ്യിലുണ്ട്. ഓരോ പിടിക്കപ്പെട്ട ഓരോ പ്രതികളുടെ പേരും ഫോട്ടോ സഹിതം അതിന്റെ പത്ര കട്ടിങ്ങുകളുണ്ട്, പേരുകളുണ്ട്. ഞാനിവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വെറും 5000 രൂപ രാജരഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത മലയാളിയായ ചാരൻ വരെയുണ്ട്. അതും മുസ്ലിമല്ല, അവിടെയും മുസ്ലിമല്ല. NIA പിടിച്ചത് മുസ്ലിമീങ്ങളെയല്ല. പാകിസ്ഥാന് വേണ്ടി ചാര പ്രവർത്തനം നടത്തി മധ്യപ്രദേശിൽ പിടിക്കപ്പെട്ട 11 പേരുണ്ട്. അവിടെയും മുസ്ലിമീങ്ങൾപ്പെട്ട ഒരാളില്ല. 25ഓളം രാജ്യദ്രോഹികളെ പാകിസ്ഥാന് ചാരപ്പണിയെടുത്തതായിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരാൾ പോലും മുസ്ലിമീങ്ങളില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ ആരും രാജ്യസ്നേഹം പഠിപ്പിച്ചിരണ്ട. നമ്മൾ രാജ്യത്തിൽ ഏത് രാജ്യത്താണോ ജനിച്ചത് ആ രാജ്യത്തിന്റെ മണ്ണിനോട് അലിഞ്ഞു ചേരാൻ വന്നവരാണ്. ഇവിടേക്ക് മുഗളന്മാര് വന്നു. മുഗളന്മാരുടെ ഖബർ ഇവിടെ ഉണ്ട്. മുഗളന്മാർ 700 വർഷത്തോളം അല്ലെങ്കിൽ 500-700 വർഷത്തോളം ഇന്ത്യ ഭരിച്ചു. ആ ഭരിച്ചവരുടെ ഖബറൊക്കെ എവിടെയുള്ളത്? ഷാജഹാന്റെ ഖബർ എവിടെ? അക്ബറിന്റെ എവിടെ? ബാബറിന്റെ ഡൽഹി സൽത്തനേറ്റ് അവരുടെ ഖബറുകൾ എവിടെ? തുഗ്ലക്കുകളുടേത്, ഔറംഗസീബിന്റേത്, ഹൈദർ അലിയുടേത്, ടിപ്പു സുൽത്താൻ, എല്ലാവരുടെ ഖബറും ഇന്ത്യയിലാണ്. എന്നാൽ ഇവിടേക്ക് വന്ന വാസ്കോഡ് ഗാമയുടെ ഖബർ എവിടെ? വാസ്കോഡ് ഗാമയുടെ ഡച്ചുകാര് വന്നു, പോർച്ചുഗീസുകാര് വന്നു, ബ്രിട്ടീഷുകാര് വന്നു. ആ വന്നവരുടെ ഖബർ അവരുടെ നാട്ടിലാണ്. അവര് മണ്ണിനോട് ചേർന്ന് അലിയാൻ വന്നവരല്ല, അവരിവിടെ മോഷണം നടത്താൻ വന്നവരാണ്. യുദ്ധത്തിൽ ചിലപ്പോൾ കൊല്ലപ്പെട്ടിട്ടോ അക്രമത്തിൽ കൊല്ലപ്പെട്ടവരെവിടെ ഉണ്ടാവാം. അതല്ലാതെ അവരുടെ ഏതെങ്കിലും ഒരു രാജാവ്, അവരുടെ ഇവിടെ ഭരിച്ച ഏതെങ്കിലും ഒരു പ്രസിഡന്റ്, ഒരു സൈന്യാധിപൻ ഈ മണ്ണിനോട് ചേർന്ന് മരിച്ചു കിടക്കുന്ന ഖബറുകൾ കാണിക്കാൻ പറ്റും? കൊല്ലപ്പെട്ടവരുടെ ഖബറുകളെ കുറിച്ചല്ല. കാരണം അവരൊക്കെ ഇവിടെ വന്നത് കൊള്ള ചെയ്യാനാണ്. ഇവിടെ നിന്നുള്ള രത്നങ്ങള്, പവിഴങ്ങള്, മുത്തുകള്, ഇവിടുത്തെ എല്ലാ റിസോഴ്സുകളും അടിച്ചു മാറ്റിയിട്ട് അങ്ങോട്ട് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ. ഇവിടെ ആദ്യമായി അവരെ
വരുമ്പോ ഏറ്റവും നല്ല GDP ഉള്ള രാജ്യമായിരുന്നു മുഗളന്മാർ ഭരിക്കുന്ന ഇന്ത്യ. സാമ്പത്തിക രീതിയിൽ ഏറ്റവും ബ്രിട്ടീഷുകാർ അത്ഭുതപ്പെടുന്ന രീതിയിൽ സാമ്പത്തിക വളർച്ചയുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്നത്തെ GDP ഒന്നല്ല, നമ്മൾ കേട്ടാൽ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരിവിടെ വരുമ്പോൾ. അവരൊക്കെ അടിച്ചു മാറ്റി. ശശി തരൂരിന്റെ ഒരു പ്രസംഗം കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറ്റുമെങ്കിൽ കേട്ടു നോക്കണം. ചവച്ചുതുപ്പി കരിമ്പ് ജ്യൂസ് അടിക്കുന്നത് പോലെ ഇന്ത്യയുടെ എല്ലാ റിസോഴ്സും അടിച്ചു മാറ്റി ബ്രിട്ടീഷുകാർ പോയി. ഒന്നും ബാക്കി വെച്ചില്ല. ഇന്നത്തെ താജ്മഹൽ ആയിരുന്നില്ല അന്നത്തെ താജ്മഹൽ. അതിന്റെ വിലപ്പെട്ട രത്നങ്ങൾക്ക് അവരടിച്ചു മാറ്റി, എല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ ഈ രാജ്യത്തിന്റെ മണ്ണായി ചേരാൻ വന്നവരാണ്. അതേപോലെ ഇനിയും നമ്മൾ അങ്ങനെ തന്നെയാവണം. നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? ഈ രാജ്യത്തിന്റെ ഒരു ലെഗസി ബാക്കി വെക്കണം, ഈ രാജ്യത്തിന്റെ ഒരു അടയാളം ബാക്കി വെക്കണം. APJ അബ്ദുൽ കലാമിനെ പോലെ. കുട്ടികളോടൊക്കെ ഞാൻ അതാ പറയുന്നത്. നമ്മൾക്ക് ഒരേ ഒരു സ്വപ്നമാണ് വേണ്ടത്, ഒരൊറ്റ സ്വപ്നം. എന്താണ് സ്വപ്നം? ഈ രാജ്യത്തിനൊരു ലെഗസി ബാക്കി വെച്ച് മരിച്ചു പോകണം. നമ്മുടെ റോൾ മോഡൽ APJ അബ്ദുൽ കലാം. 100 വർഷം കഴിഞ്ഞാലും 200 വർഷം കഴിഞ്ഞാലും APJ അബ്ദുൽ കലാമിന്റെ പേര് ഇവിടെ പരാമർശിക്കപ്പെടും. ഇന്ത്യയുടെ മുസൽമാൻ. 500 വർഷം കഴിഞ്ഞാലും APJ അബ്ദുൽ കലാം ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടില്ല. ഒരു ലെഗസി ഇവിടെ ബാക്കി വെച്ചു. അതേപോലെ ഇന്ത്യക്ക് മാറ്റിവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വന്തമായി നാടിനെങ്കിലും ഒരു ലെഗസി ബാക്കി വെച്ച് മരിക്കാൻ കഴിയണം. ഒരടയാളം, നമ്മുടെ നാടിനെങ്കിലും ഒരു അടയാളം ബാക്കി വെച്ച് മരിക്കാൻ പറ്റണം. അതാണ് ഈ സ്ഥാപനങ്ങൾ. ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ കൂടെ നമ്മൾ നിന്നാൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ബാക്കി വെക്കുന്ന ഒരു ലെഗസിയാണത്, ഒരടയാളമാണ്. നാളെ നിങ്ങൾ മരിച്ചാൽ ഈ സ്ഥാപനത്തെ നെഞ്ചോട് ചേർക്കുന്ന ആളാണ് എന്ന് കമ്മിറ്റിക്കാർക്കറിയാം. എല്ലാ വർഷവും നിങ്ങളുടെ പേരിൽ ഇതുപോലെ വേദ നടക്കുമ്പോൾ ഒരു അനുസ്മരണം ഉണ്ടാകും. എന്നാൽ നബി ഫാത്തിമ എല്ലാ കൊല്ലവും 30,000 ജീവിച്ചിരിക്കുന്ന വർഷത്തിലൊക്കെ തന്ന ആളാ. അതുകൊണ്ട് നമ്മൾ മരിച്ചിട്ട് 10 അല്ല 20 ഈ കമ്മിറ്റിക്കാര് അഥവാ ഇവരുടെ കാലഘട്ടം കഴിഞ്ഞ് അടുത്ത ജനറേഷൻ നിങ്ങളെ മറക്കുന്ന ഒരു കാലം വരില്ലേ, അതുവരെയുള്ള വർഷം നിങ്ങൾക്ക് വേണ്ടി ദുആ ഉണ്ടാവും. കാരണം എല്ലാ വർഷവും നമ്മൾ സ്ഥിരമായിട്ട് ഏറ്റെടുക്കുന്ന ആളാണ്. നിങ്ങളത് ബാക്കി വെക്കുന്ന ഒരു ലെഗസിയാണ്. നിങ്ങൾക്ക് കുറെ ഷോപ്പിന്റെ വരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു 2,500 നിങ്ങൾ ഇതിലേക്ക് മാറ്റി വെച്ചാൽ മതി. ബിൽഡിങ്ങുകളുണ്ട്, റൂമുണ്ട്, ഷോപ്പുണ്ട്, വേറൊന്നും ചെയ്യണ്ട. അതിൽ നിങ്ങൾക്ക് 10-50,000 വരുമാനം ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു അക്കൗണ്ടന്റിനോട് പറയാ, അക്കൗണ്ടിങ് പണമൊക്കെ ഡീൽ ചെയ്യുന്ന ആളോട് പറയാ, ഒരു 2,500 മുസ്ലിം അക്കാഡമിയിലേക്ക് നിങ്ങൾ മാറ്റി വെക്കണം. ഇങ്ങോട്ട് അയക്കണ്ട, അതങ്ങോട്ട് അയച്ചാൽ മതി. എത്ര ഈസിയാ, എത്ര എളുപ്പ. അതാണ് ഒരു ലെഗസി ബാക്കി വെക്കുന്ന. ഇൽമിന് വേണ്ടി ഇൽമിന്റെ ഒരു അടയാളം നമ്മൾ ബാക്കി വെക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇതാണ് അള്ളാന്റെ കൂടെ നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഇതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്തുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ യൻസുറുക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ യൻസുറുക്കും, അല്ലാഹു നിങ്ങളെയും സഹായിക്കും. എങ്ങനെ അല്ലാഹുവിനെ സഹായിക്കാം? അല്ലാഹുവിനെ എങ്ങനെ സഹായിക്കാം? അല്ലാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ദീനിന്റെ നിലനിൽപ്പ് ഇൽമാണ്. ഇൽമ് വളർത്തുക, ഇൽമ് സ്പ്രെഡ് ചെയ്യുക, അതെന്നാണ് അള്ളാഹിനെ സഹായിക്കാന്ന് പറഞ്ഞാൽ. ഇൽമ് സ്പ്രെഡ് ചെയ്യുക, ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുക, സ്പ്രെഡ് ചെയ്യുക, ജനങ്ങളിലേക്ക് അറിവെത്തിച്ചു കൊടുക്കുക, അതാണ് അള്ളാഹിനെ സഹായിക്കാൻ. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹിനെ സഹായിച്ച അള്ളാഹു നിങ്ങളെ സഹായിക്കും. നമ്മൾ കൊടുക്കുന്ന സ്വതക്കകളിൽ ഏറ്റവും നല്ല സ്വതക്ക ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്ന സ്വതക്കയാണ്. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്. മഹാന്മാരായ സഹാബാക്കളൊക്കെ ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്നു. എങ്ങനെയെന്നറിയോ? 3 മാസം കൊണ്ട് ഹാഫിളായതല്ല, 6 മാസം കൊണ്ട് ഹാഫിളായതല്ല. ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളാണോ ഉമർ തങ്ങളാണോ എന്നറിയില്ല, ഇവർ രണ്ടുപേരിൽ ഒരാൾ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയത്. സൂറത്തുൽ ബഖറ മനഃപ്പാഠമാക്കാൻ 12 വർഷമെടുത്തു. സൂറത്തുൽ ബഖറ മനഃപ്പാഠാക്കാൻ 12 വർഷം എടുത്തു. മനഃപ്പാഠമാക്കിയപ്പോൾ ഒരു ആടറുത്തിട്ട്, സന്തോഷം കൊണ്ട് ആടറുത്തിട്ട് അതിന്റെ മാംസം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്തേ? മെമ്മറി പവർ ഇല്ലായിട്ടാ? IQ ഇല്ലായിട്ടാ?
ഓർമ്മശക്തിയില്ലായിട്ടാ, ബൈഹാർട്ട് ചെയ്യാനുള്ള സ്കില്ലില്ലായിട്ടാ? അല്ലല്ല. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവര് പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ, അവര് പരിശുദ്ധമായ ഖുർആൻ 5 ആയത്ത് അവരോതും. 5 ആയത്ത് അവർ ഓതി അതിന്റെ അർത്ഥങ്ങൾ പഠിച്ച് അതിലുള്ള ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ടേ അടുത്ത 5 ആയത്തിലേക്ക് അവർ പോവാറുള്ളൂ. പരിശുദ്ധമായ ഖുർആനിന്റെ 5 ആയത്ത് അവർ കാണാതെ പഠിക്കും, അതിലുള്ള അർത്ഥങ്ങൾ പഠിക്കും, അതിന്റെ ആശയങ്ങൾ, അതിന്റെ വ്യാഖ്യാനങ്ങളെല്ലാം പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തിയതിന്റെ ശേഷമാണ് അടുത്ത 5 ആയത്തിലേക്ക് പോവുക. അതുകൊണ്ടാണ് ഇത്ര സമയം പിടിച്ചത് എന്ന് വെച്ചവര് പരിശുദ്ധ ഖുർആൻ വേറെ തന്നെ അവരോതുന്നുണ്ട്, ഖുർആൻ അവരോതുന്നുണ്ട്. നമ്മൾക്ക് കാണാം മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ ഒരു മാസത്തിൽ 30 ഖത്തം ഖുർആൻ ഓതാറുണ്ടായിരുന്നു. കേട്ടിട്ടില്ലേ? 30 ജുസ്എങ്കിലും നമ്മൾ അവരൊക്കെ തേങ്ങ പൊട്ടിക്കുമ്പോ നമ്മൾക്ക് ചേർത്തെങ്കിലും പൊട്ടിക്കണ്ടേ? 30 ഖത്തം ഖുർആൻ ഇമാമുന ശാഫിഈ തങ്ങൾ ഓതാറുണ്ടായിരുന്നു. നമ്മൾ 30 ജുസ്എങ്കിലും ഓതാറുണ്ട്. ചിന്തിക്കണം. وقال الرسول يا ربي الله ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എന്റെ സമൂഹം ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ എന്ന് പറയുന്നുണ്ട്. എന്റെ സമൂഹം ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞല്ലോ. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ. അല്ലാഹ് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. 2 നിയത്ത് മനസ്സിൽ വെക്കുക. നല്ല എമൗണ്ട് എന്നിട്ട് മരിക്കുന്നത് വരെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ എനിക്ക് തരരുത് എന്ന നിയത്ത്. മരിക്കുന്നത് വരെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ എനിക്ക് തരരുത് പഠിച്ചോനെ എന്ന നിയത്തിൽ ഇഷ്ടപ്പെട്ടത് 10 രൂപ കയ്യിലിട്ടിട്ട് പഠിച്ചോനെ മരിക്കുന്നവരെ എനിക്ക് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ തരുന്നത് അതിന് കാര്യമില്ല. ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ് അല്ലാഹ് അതിന്റെ സ്വതക്ക കൊണ്ടുള്ള പ്രയോജനം തരാം. 10 രൂപ കൊടുത്ത കൂലി അത് ഞാൻ കിട്ടില്ല എന്ന് പറയുന്നില്ല. 10 രൂപ കൊടുത്താൽ കൂലിട്ടും. പക്ഷെ സ്വതക്കക്ക് ചില പ്രയോജനങ്ങളുണ്ട്, സ്വതക്കകൾക്ക് ചില രഹസ്യങ്ങളുണ്ട്, ചില തഅ്സീറുകളുണ്ട്. ആ ഫലം കിട്ടണമെങ്കിൽ ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. അപ്പൊ കയ്യിലുള്ളതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് നമ്മൾ ബക്കറ്റിലിടണം. എന്നിട്ട് പറയണം, മരിക്കുന്നത് വരെ പടച്ചോനെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ എനിക്ക് തരരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ സമുദായം ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ അല്ലാഹ്. എന്റെ സമുദായം ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ അല്ലാഹ്. ഒരു മാസത്തിൽ 30 ജുസ്എങ്കിലും നമ്മൾ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞവരല്ലേ? ഒരു മാസത്തിൽ 30 ഒരു ജുസ്, ഒരു ദിവസം 30 ദിവസത്തിൽ 30 ജുസ്, അങ്ങനെ ഒരു മാസത്തിൽ ഒരു ഖത്തം ഓതാൻ നമ്മൾക്ക് സാധിച്ചില്ലെങ്കിൽ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞവരായി പോകൂലേ നമ്മൾ? 24 മണിക്കൂറിൽ അരമണിക്കൂർ ഖുർആനിന് വേണ്ടി ചെലവഴിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അവഗണിച്ചവരിൽ പെട്ടുപോകൂലേ? നമ്മൾ സ്വയം വിലയിരുത്തുക. ഖുർആനിന് വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് എന്ന്. ഖുർആന് വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു ഒരു ദിവസം? പെൺകുട്ടികളൊക്കെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ഡെയിലി സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചു, ഡെയിലി ആവറേജ് കാണിച്ചു. ആ ഡെയിലി ആവറേജ് കാണിക്കുമ്പോ ഇൻസ്റ്റാഗ്രാം 2 മണിക്കൂർ, സ്നാപ്ചാറ്റ് 4 മണിക്കൂർ, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് 2 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ, വാട്സ്ആപ്പ് 1 മണിക്കൂർ എന്നിങ്ങനെയൊക്കെ കാണിക്കുമ്പോ അവിടെ എവിടെയെങ്കിലും ഖുർആൻ 10 മിനിറ്റെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ചു. നമ്മുടെ മൊബൈലേ ഒരു ദിവസം എത്ര സമയം എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെ കാണിച്ചു. കാലൊക്കെ കുറെ മാറി, പണ്ടത്തെ മൊബൈലൊന്നല്ല. ഇന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എത്ര സമയം ചെലവഴിച്ചു, ഇന്ന് നിങ്ങൾ സ്നാപ്ചാറ്റിൽ എത്ര സമയം ചെലവഴിച്ചു, ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ കാണിച്ചു. ഖുർആനിൽ എത്ര ചെലവഴിച്ചു എന്ന് കാണിച്ചു. അപ്പൊ ഒന്ന് നോക്ക്, എവിടെങ്കിലും ഖുർആൻ എവിടെയെങ്കിലും പരിസരത്ത് കാണുന്നുണ്ടോ? 1 മിനിറ്റെങ്കിലും ഖുർആന് ചെലവഴിച്ചിട്ടുണ്ടോ? 4 മണിക്കൂർ നേരം ഇൻസ്റ്റാഗ്രാമിൽ ചെലവഴിക്കുമ്പോൾ ഇനി 10 മിനിറ്റ് ഖുർആനിൽ ചെലവഴിച്ചാൽ മതി. മിനിമം ഒരു അരമണിക്കൂർ ഒരു ജുസ് ഓതാനെങ്കിലും ഉപയോഗപ്പെടുത്തണ്ടേ?
ഇതൊക്കെ അള്ളാഹു ചോദിക്കൂലേ? പരിശുദ്ധ ഖുർആൻ ഓതാത്തതിനെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യും. മൊബൈൽ ഫോൺ ഇതൊക്കെ അള്ളാഹു നമ്മൾക്ക് നൽകിയ നിഅമത്താണ്. ആ നിഅമത്ത് നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തന്ന നിഅമത്താണ്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണിത്. എന്തിനു വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് പറയാൻ കഴിയണം, പഠിച്ചോനെ ഇതുകൊണ്ട് ഞാൻ കുറെ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഇതുകൊണ്ട് ഞാൻ കുറെ ഇൽമ പഠിച്ചിട്ടുണ്ട്, വാല് കേട്ടിട്ടുണ്ട്, ഇൽമ പഠിച്ചിട്ടുണ്ട്, നന്മകൾ ഞാൻ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കഴിയണം. എവിടെ പോയാലും വീട്ടിലാകുമ്പോ മൊബൈൽ ഫോൺ ആവശ്യമില്ല, ഖുർആൻ മുസ്ഹഫ് ഉണ്ടാവും. എന്നാൽ ട്രെയിൻ യാത്രയാണ്, ഖുർആൻ ഓതാം, മുസ്ഹഫ് കൊണ്ടെടുക്കാൻ കഴിയില്ല. സ്കൂളിലേക്ക് പോകും, യാത്ര ചെയ്യും, പല സ്ഥലങ്ങൾ ടൂർ പോകും, ആ സമയത്തൊക്കെ മുസ്ഹഫ് കൂടെ കൊണ്ട് നടക്കാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള അള്ളാഹു തന്ന ഈ നിഅമത്തുകൾ ഉപയോഗിച്ച് പരിശുദ്ധ ഖുർആൻ എവിടെയും വെച്ച് ഓതാൻ നമ്മൾക്ക് വളരെ എളുപ്പമാണ്. ഇതുപോലെയുള്ള ഡിവൈസുകൾ ഉണ്ടാകുമ്പോ സഹോദരിമാരെ, ചെറുപ്പക്കാരികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ നബി തങ്ങളിലൂടെ പഠിപ്പിക്കുന്ന ഒരു രഹസ്യമുണ്ട്. എന്താണ് നബി തങ്ങൾ പഠിപ്പിച്ചത്? എന്താണ് പ്രിയപ്പെട്ടവരെ നബി തങ്ങൾ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ഖുർആനിനെ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പരാജയപ്പെടൂല, ഖുർആനിനെ നിങ്ങൾ അവഗണിച്ചാൽ നിങ്ങൾ പരാജയപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞാൽ നിങ്ങൾ പരാജയമാണ്. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. എന്റെ സമൂഹം ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ അല്ലാഹ് എന്ന് നബി തങ്ങൾ അല്ലാഹുവിനോട് പരാതിപ്പെടുന്നുണ്ട്. അതേപോലെ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞാൽ പരാജയത്തിന്റെ കയ്പ് നീര് കുടിക്കേണ്ടി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് പല സ്റ്റേറ്റുകളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും മുസ്ലിം സമൂഹം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. എല്ലാവർക്കും പ്രശ്നം മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നം. എന്നാൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ലോകത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. നബി തങ്ങളുടെ കാലത്ത് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങളിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ കാലത്ത് നടന്ന യുദ്ധങ്ങളിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? ഒന്നാം ലോക മഹായുദ്ധം നടന്ന സമയത്ത് എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? ഹബീബായ നബി തങ്ങളുടെ 23 വർഷത്തെ കാലഘട്ടം, അതിൽ 13 വർഷവും മക്കയിലായിരുന്നു. ഇങ്ങോട്ട് അക്രമങ്ങൾ ഉണ്ടായി, അങ്ങോട്ട് ആക്രമിച്ചില്ല. പിന്നെ മദീനയിൽ പോയി 10 വർഷമാണ് ഹബീബായ നബി തങ്ങൾ ഉണ്ടായത്. ആ പ്രബോധന കാലഘട്ടങ്ങളിൽ ടോട്ടൽ 74 യുദ്ധങ്ങൾ ഉണ്ടായി. 74 യുദ്ധങ്ങൾ 10 വർഷം, പിന്നെ അങ്ങനെയുള്ള 30-40 വർഷത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ 74ഓളം യുദ്ധങ്ങൾ ഉണ്ടായി. അതിൽ 27 ഗസ്വകൾ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ നേരിട്ട് പങ്കെടുത്ത കൊച്ചു സമരങ്ങളാണ്. 47 സരിയകൾ ഉണ്ടായി, നബി തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇത്തരം യുദ്ധങ്ങളിൽ ആകെ മരണപ്പെട്ടത് 1018 പേരാണ്. 1018 പേരാണ് ഈ 74 സമരങ്ങളിലായി കൊല്ലപ്പെടുന്നത്. എന്നാൽ 259 മുസ്ലിമീങ്ങളും 759 അമുസ്ലിമീങ്ങളുമാണ്, അവിശ്വാസികളുമാണ് കൊല്ലപ്പെട്ടത്. അഥവാ ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടങ്ങളിൽ ആകെ യുദ്ധങ്ങളിലൂടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1018 പ്രിയപ്പെട്ടവരെ. എന്നാൽ വെറും ഒന്നാം ലോക മഹായുദ്ധം നടന്നപ്പോ അവിടെ കൊല്ലപ്പെട്ടത് 1,60,00,000 ആളുകളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തില് 1,60,00,000 ആളുകളാ കൊല്ലപ്പെട്ടത്. 90 ലക്ഷം സാധാ പൗരന്മാർ, സിവിലിയൻസ് പൗരന്മാര്, 70 ലക്ഷം സൈന്യം, അങ്ങനെ 1,60,000 ആളുകളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഈ ഒരു വർഷമായി ഇസ്രായേലുകാര് ഫലസ്തീനിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസത്തിൽ 70,000 ആളുകളാ കൊല്ലപ്പെട്ടത്. ഒരു വർഷത്തിൽ ഇസ്രായേലുകാര് പാവപ്പെട്ട ഫലസ്തീനികളോട് നടത്തുന്ന അക്രമങ്ങളിൽ 70,000 ആളുകളാ കൊല്ലപ്പെട്ടത്. അതിൽ 25,000-ഓളം ചെറിയ പിഞ്ചോമന മക്കളാ കൊല്ലപ്പെട്ടത്. എന്നിട്ട് ഇവര് പറയാണ് മുസ്ലിമീങ്ങളാണ് തീവ്രവാദികളെന്ന്. മുസ്ലിമീങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിമീങ്ങളുടെ ചരിത്രം അന്നു മുതൽ ഇന്ന് വരെ എടുത്താൽ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ
ഇതുപോലെ ആളുകൾ കൊല്ലപ്പെട്ട ചരിത്രം നമ്മൾക്ക് കാണാൻ സാധിക്കുമോ? അധികോ ഫലസ്തീൻ കീഴടക്കുന്നുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നുണ്ട്. ആരെ? മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നുണ്ട്. അതേപോലെ പ്രിയപ്പെട്ടവരെ കുരിശയോദ്ധാക്കളും ഫലസ്തീൻ കീഴടക്കുന്നുണ്ട്. ആരൊക്കെ? മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നുണ്ട്. അതേപോലെ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നവർ കുരിശയോദ്ധാക്കളും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നുണ്ട്. 1099 ജൂലൈ 15-നാണ് കുരിശയോദ്ധാക്കൾ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നത്, ഫലസ്തീൻ കീഴടക്കുന്നത്. അതിനു മുമ്പ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ക്രിസ്താബ്ദം 638-ലോ 37-ലോ ആണ് ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നത്. അന്ന് ഒരു തുള്ളി രക്തം പോലും വിറ്റ് വീഴാതെയാണ് മഹാനായ ഉമർ തങ്ങളുടെ കയ്യിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാവി കൊടുക്കുന്നത്. ഒരു തുള്ളി രക്തം ബൈത്തുൽ മുഖദ്ദസിൽ ഇറ്റ് വീണില്ല. അതിനുശേഷം 600 കഴിഞ്ഞിട്ട് 1099 ജൂലൈ 15-ന് പ്രിയപ്പെട്ടവരെ 70,000-ഓളം മുസ്ലിമീങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്തിട്ടാണ് ബൈത്തുൽ മുഖദ്ദസ് കുരിശയോദ്ധാക്കൾ കീഴടക്കുന്നത്. ആഴ്ചകളോളം ഒരു മനുഷ്യന്റെ കണങ്കാല് വരെ തളം കെട്ടി നിൽക്കുന്ന രക്തം ബൈത്തുൽ മുഖദ്ദസിന് അകത്തളങ്ങളിലുണ്ടായിരുന്നു എന്ന് ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അഥവാ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ കണങ്കാല് വരെ രക്തം തളം കെട്ടി നിന്നു ആഴ്ചകളോളം. കുതിരയിലൂടെ പോയാൽ കുതിരയുടെ കണങ്കാല് വരെ, മുട്ടുംകാല് വരെ രക്തം തളം കെട്ടി നിന്ന് 70,000 ആളുകളെ കൂട്ടക്കശാപ്പ് ചെയ്തിട്ടാണ് 1099 ജൂലൈ 15-ന് കുരിശയോദ്ധാക്കൾ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയത്. അതിനുശേഷം പ്രിയപ്പെട്ടവരെ 1187 ആകുമ്പോ, ഒരു 90 വർഷം കഴിയുമ്പോ മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി വീണ്ടും ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു നൽകുന്നുണ്ട്. അന്ന് എത്ര പേര് കൊല്ലപ്പെട്ടെന്നറിയോ? ഒരാള് പോലും കൊല്ലപ്പെട്ടില്ല. ഒരു തുള്ളി രക്തം പോലും ബൈത്തുൽ മുഖദ്ദസിനകത്ത് വീണില്ല. ഞാൻ എന്റെ അഭിപ്രായം പറയല്ല, ചരിത്രം മുഴുവനും നിങ്ങൾ പരിശോധിച്ചാൽ 90 വർഷം മുമ്പ് കുരിശയോദ്ധാക്കൾ 70,000 മുസ്ലിമീങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്ത അതേ സ്ഥലത്ത് മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി ഒരു തുള്ളി രക്തം പോലും നിലത്ത് വീഴാതെയാണ് ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നത്. ഇതാണ് മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഫലസ്തീനികൾ ഹമാസ് അവരുടെ ബന്ദികളെ മോചിപ്പിക്കുന്ന രംഗം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഹമാസ് ഇസ്രയേലിന്റെ ബന്ദികളെ 1 വർഷത്തോളം തടവിലാക്കി തിരിച്ചേക്കുമ്പോൾ അവർ ഇത്ര ഹാപ്പിയാണ്. ഫലസ്തീന്റെ പോരാളികളെ നെറ്റിത്തടങ്ങളിൽ ഉമ്മ വെച്ചിട്ട് അവരോട് ടാറ്റ പറഞ്ഞിട്ട് സന്തോഷത്തോടെയാ പോകുന്നത്. എന്നാൽ ഇത്രയൊക്കെ സാമ്പത്തിക ശേഷിയുള്ള ഇസ്രയേലുകാരുടെ ജയിലിൽ നിന്ന് തിരിച്ചു വരുന്ന പാവപ്പെട്ട ഫലസ്തീനികള് തിന്നാൻ പോലും ഇല്ലാതെ എല്ലും തോലുമായിട്ട് കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ട് ഭക്ഷണം കിട്ടാതെ അവരുടെ നട്ടെല്ല് പോലും വളഞ്ഞിട്ടാണ് പലരും തിരിച്ചു വരുന്നത്. എന്നിട്ട് നിങ്ങളെല്ലാവരും ഇസ്ലാമിന് കാരുണ്യം പഠിപ്പിക്കുകയാണോ? ഇസ്ലാമിന് ശാന്തിയും സമാധാനവും പഠിപ്പിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, ഒന്ന് ചരിത്രങ്ങൾ മുഴുവനും നമ്മൾ പഠിച്ചു നോക്കുക. 2ാം ലോക മഹായുദ്ധം നടക്കുമ്പോ വെറും ഹിറ്റ്ലർ മാത്രം 6 മില്യൺ ജൂതന്മാരെയാണ് കൊന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ 6 മില്യൺ എന്ന് പറഞ്ഞാൽ 60 ലക്ഷം ജൂതന്മാരെ കൊന്നു. എന്നിട്ട് ഹിറ്റ്ലർ പറഞ്ഞു, ഞാൻ എല്ലാ ജൂതന്മാരെയും കൊല്ലുന്നില്ല. അതിന് കാരണം ഈ ജൂതന്മാരുടെ തനി നിറം നിങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അവർ കുറച്ചുകൂടെ ബാക്കി വേണം. ആ തനി നിറാണ് നമ്മൾ ഇന്ന് പലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്താണ്, അവസാനിപ്പിക്കാൻ. നമ്മൾ ഇൽമിന് വേണ്ടി സമയം കണ്ടെത്തും. അതന്നെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ വെറും ഭൗതിക ഫീൽഡ് മാത്രം തിരഞ്ഞെടുക്കരുത്, മതവും നിങ്ങൾ പഠിക്കണം. ഇപ്പോ പിന്നെ എന്താണ് നീറ്റൊക്കെ ഉദ്ദേശിക്കുന്ന, ഇപ്പൊ SSLC കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ക്യാമ്പസ് സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ ഉണ്ട്. കാസർഗോഡ് വിൻടച്ച് അക്കാദമി എന്ന് പറഞ്ഞ് പെൺകുട്ടികൾക്ക് നീറ്റ് പഠിക്കാൻ, സയൻസ് ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക്, സയൻസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് +1 +2 സയൻസ് താമസിച്ച് പഠിക്കാൻ നീറ്റ് കോച്ചിങ്ങോടുകൂടി ഇസ്ലാമികമായ അന്തരീക്ഷത്തോടുകൂടി ഇസ്ലാമിക ക്ലാസും കൂടി കൊടുത്ത് 2 വർഷം, അതിനുശേഷം 1 വർഷത്തെ റിപ്പീറ്റ് ബാച്ച് കൂടി നിന്ന് പഠിക്കാൻ, ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിന്ന് പഠിക്കാനുള്ള സ്ഥാപനം കാസർഗോഡുണ്ട്, വിൻടച്ച് അക്കാദമി. കുട്ടികളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. കാരണം എന്താ, ഡേ സ്കൂള് പോയിട്ട് നിങ്ങൾ ദിവസവും പോയി വന്നിട്ടൊന്നും നീറ്റ് ക്രാക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ അത് ഇമ്പോസിബിൾ ആണ്, സാധ്യമാണ്. പിന്നെ അത് അത്ര എക്സ്ട്രാ ഓർഡിനറി ആളുകളായി മാറണം.
കിട്ടണമെങ്കിൽ നമ്മൾ SSLC കഴിഞ്ഞതിന് ശേഷം ആലോചിക്കണം. ഉമ്മമാരോടൊക്കെ പറയാം, ഒരു കുട്ടിയുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് SSLC ആണ്. രക്ഷിതാക്കളോടൊക്കെ പറയാം, ഒരു കുട്ടിയുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് SSLC ആണ്. +1 +2 കാലയളവിൽ അവര് നമ്മുടെ കൺട്രോളിലായാൽ, അവര് ദീനിയായി വളർന്നാൽ പിന്നെ അവരെ നമ്മൾ നോക്കണമെന്നില്ല. +1 +2 കാലയളവിലാണ് കുട്ടികളൊക്കെ മോശാവുക. പ്രണയവും ലഹരിയും മയക്കുമരുന്നും കഞ്ചാവും അമിത ബന്ധങ്ങളും എല്ലാ നിലക്കും മക്കൾ മോശാകുന്നത് +1 +2 കാലയളവിലാണ്. അതൊരു ടേണിംഗ് പോയിന്റ്. ആ സമയത്ത് ഏതെങ്കിലും ഇസ്ലാമികമായ അന്തരീക്ഷമുള്ള നിന്ന് പഠിക്കുന്ന, താമസിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കളെ ചേർക്കുക. പിന്നെ അവരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവര് സ്വയം ദീനിനും സമൂഹത്തിനും വേണ്ടി എവിടെ പോയാലും അവരെ നമ്മൾ കൈവിടേണ്ട, പേടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അവർ ദീനിയായിട്ട് വളരും, അവർ പഠിക്കും, അവർ വളരും. അവർക്ക് പഠിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകും. പ്രേമത്തിന്റെയോ ലഹരിയുടെയോ വലയിൽ, ചതിയിൽ അവർ പെട്ടുപോകില്ല. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. അങ്ങനെ ഇഷ്ടംപോലെ കാസർഗോഡ് നമ്മൾ നടത്തുന്ന സ്ഥാപനമാണ്. അതുപോലെ ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ പരിസരങ്ങളിലും കോഴിക്കോടും മലപ്പുറത്തൊക്കെ പല സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കാം. ഇൽമിന് വേണ്ടി സമയം ചെലവഴിക്കുക. അങ്ങനെ ഒരു സെന്ററാണ് ഈ ഷംസുൽ ഉലമ അക്കാദമി എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം. ഇവിടെ ഇന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു, ഹാഫിലിങ്ങളാവുന്നു. ഈ ഹാഫിലിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഖുർആനിൽ റിസർച്ച് ചെയ്യേണ്ടവരാണ്, ഖുർആനിൽ ഗവേഷണം നടത്തേണ്ടവരാണ്. ഖുർആനും സയൻസും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, പഠനം നടത്തേണ്ടവരാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോ അടുത്ത വർഷം SNEC വരും. അവിടെയുള്ള വിദ്യാർത്ഥികൾ മതവും ഭൗതികവും സമന്വയിച്ച് പഠിക്കേണ്ടവരാണ്. അങ്ങനെ നാടിനും ദീനിനും സേവനം ചെയ്യുന്ന മക്കളായി നമ്മളെല്ലാവരും മാറണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി 2-3 ഉദ്ദേശങ്ങൾ മനസ്സിൽ വെക്കുക. ഒന്ന്, മരിക്കുന്നത് വരെ മാരകമായ രോഗങ്ങളിൽ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം, കാക്കണം എന്ന നീയത്തോടുകൂടി, മരിക്കുന്നത് വരെ മാരകമായ രോഗങ്ങളിൽ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും കാക്കണം എന്ന നീയത്ത്. 2, മരണപ്പെട്ട മാതാപിതാക്കൾ, ഉമ്മയോ ഉപ്പയോ ആരെങ്കിലും കുടുംബങ്ങളോ ഭർത്താവോ ഭാര്യയോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറുടെ സ്വർഗമാവണമെന്നുള്ള നീയത്തോടുകൂടി. 3, മരിക്കുന്നത് വരെ വേറൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ എനിക്ക് തരരുത് എന്ന നീയത്ത്. ഈ 3 നീയത്ത് വെച്ച് നിങ്ങൾ ഒരു 30,000 പറ്റുമെങ്കിൽ ഒരു കുട്ടിയുടെ, അല്ലെങ്കിൽ ഒരു അര കുട്ടിയുടെ 15,000, അല്ലെങ്കിൽ ഒരു 10,000 നിങ്ങൾ ഇവിടെ വെച്ച് ഏറ്റെടുത്താൽ, ഒന്ന്, മരിക്കുന്നത് വരെ ക്യാൻസർ അല്ലാഹു തരൂല, കിഡ്നി തകരാറിലാവൂല, സ്ട്രോക്ക് വരൂല, അറ്റാക്ക് വരൂല. കാരണം കൊടുക്കുന്ന, സ്വതക്ക കൊടുക്കുന്നവന്റെ ദുആഇന് ഇജാബത്തുണ്ടെന്ന. അപ്പൊ മനസ്സിൽ നീയത്ത് വെച്ച് എനിക്ക് മാരകമായ രോഗങ്ങളൊന്നും തരല്ല പഠിച്ചോനെ, നിന്റെ ഇൽമിന് വേണ്ടിയാണ് ഞാൻ ഈ പൈസ ചെലവഴിക്കുന്നത് നീയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കുക. അതുപോലെ മരണപ്പെട്ട മാതാപിതാക്കളൊക്കെ ഖബറിൽ നമ്മുടെ ദുആഇന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. അമല് ചെയ്യാൻ പറ്റാത്തൊരു ലോകത്താണ് അവരുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. അതേപോലെ കടങ്ങള്, ബാധ്യതകള്, കച്ചവടങ്ങളിലെ നഷ്ടങ്ങള്, ജോലി നഷ്ടപ്പെടൽ, ഇതൊന്നും ഇല്ലാതിരിക്കാൻ ഇസ്സത്തോടെ ജീവിക്കണം. ഈ 3 നീയത്തും വെച്ചിട്ട് ഈ സദസ്സിലോ സ്റ്റേജിലോ ഉള്ള ആർക്കെങ്കിലും ഒരു കുട്ടിയുടെ ഒരു 30,000 ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും 5 മിനിറ്റ് ഞാൻ ദുആ ചെയ്ത് അവസാനിപ്പിക്കും. ആർക്കെങ്കിലും സഹോദരിമാരോ സഹോദരങ്ങളോ ഒരു കുട്ടിയുടെ ഒരു 30,000 ഏറ്റെടുക്കാൻ പറ്റുന്ന ആരുണ്ടാവോ? അള്ളാഹു അവരെ മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. ഒരു ക്യാൻസർ ഒക്കെ വന്നാല് 30, 40, 50 ലക്ഷമൊക്കെയാണ് ചെലവ്. 30, ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, വയസ്സായ ഒരാളാ, 5 വർഷമായിട്ട് എല്ലാ മാസവും 1.5 ലക്ഷം രൂപയുടെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ക്യാൻസറിന്. 1.5 ലക്ഷം മാസത്തിൽ 1.5 ലക്ഷം രൂപ ടാബ്ലറ്റ് ക്യാൻസറിന് പ്രതിരോധിക്കാൻ വേണ്ടി കഴിക്കുന്നുണ്ട് 5 വർഷമായിട്ട്. ഇപ്പോ അടുത്തിട്ട് അത് കുറച്ച് വേറൊരു ഏരിയയിൽ സ്പ്രെഡ് ആയിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്. ഒരു ഇഞ്ചക്ഷന് 3 ലക്ഷം. അങ്ങനെ ഒരു മാസത്തിൽ 3 ഇഞ്ചക്ഷൻ. പൈസ എത്രയായി? ഒരു മാസത്തിൽ 9 ലക്ഷം. ഒരു മാസത്തിൽ 1.5 ലക്ഷം. 5 കൊല്ലമായിട്ട് ക്യാൻസറിന് പ്രതിരോധിക്കാൻ വേണ്ടി പൈസ ഉള്ള ആളാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, അള്ളാഹു ശിഫ നൽകട്ടെ. അപ്പൊ അങ്ങനെ ഒരു ക്യാൻസർ വന്ന 30-40 ലക്ഷമൊക്കെയാണ് ചെലവ്. അപ്പൊ ആരാണ് ഒരു 30,000 ഏറ്റെടുക്കാൻ കഴിവുള്ള ആരാള്? സഹോദരിമാർ, സഹോദരങ്ങൾ, സ്റ്റേജിൽ ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്നാവണം. എനിക്കിത് 10:30 മണിയാകുമ്പോ, എന്റെ സമയം 10:30 ആണ് എന്റെ ഷാർപ്പ് ടൈം. അപ്പോഴേക്കും എനിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ 2:30 മണിക്ക് ടൈം. എനിക്ക് എന്റെ ഫാമിലിയിൽ എന്റെ ഒരു അളിയ മരണപ്പെട്ടിട്ട് ഞാൻ ഇവിടെ പോയിട്ടില്ല. വരുമ്പോൾ ട്രെയിനിലാണ് ന്യൂസ് കിട്ടുന്നത്. അവിടെ പോകാനുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റൂല. അള്ളാഹു അവിടെ എത്തണം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. നിങ്ങൾക്ക് ദ്വാരക്കണം. ഖബർ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആരെല്ലുണ്ടോ? സഹോദരിമാർ സ്റ്റേജിലുണ്ടോ? എനിക്കറിയില്ല ആരൊക്കെ പൈസ എങ്ങനെ ഉള്ളതെന്ന് അറിയില്ല. ഇല്ല 15,000 കൊടുക്കാൻ പറ്റിയ ആളുകളുണ്ടോ? ഒന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് വേഗം എഴുതിപ്പിക്കും. ഒരു 15,000 കൊടുക്കാൻ പറ്റിയ ഒരു പകുതി, അഥവാ 2,500 പറഞ്ഞാൽ 1,700. ഒരു മാസത്തിൽ 1,700. 15,000 എന്ന് പറഞ്ഞാൽ ഉണ്ടോ?
നിങ്ങളെ പേരെന്താ? അഷ്റഫ് ക. കണ്ണവം അല്ലെ? കണ്ണവത്തെ നമ്മുടെ അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയിലെ പ്രസിഡന്റ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് ആരോഗ്യവും നൽകട്ടെ. അപ്പൊ അദ്ദേഹം അല്ലെ പ്രസിഡന്റ് അല്ലേ? താമസം ഇവിടെ അല്ലേ? നിങ്ങളെവിടെ? നിങ്ങൾ അഞ്ചന ഒരുപോലെ ഉണ്ട്. നിങ്ങൾ എന്താണ്? ഞാൻ ഇവരെന്ന് വിചാരിച്ചു. നിങ്ങള് പേരെന്താ? അലി ഹാജി. രണ്ടല്ലോ ഒരുപോലെ ഉണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. മരിക്കുന്നത് വരെ ഇസ്സത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സ്റ്റേജിൽ ആരുണ്ടോ? താഴെയാരുണ്ട്? വേഗം പറഞ്ഞു. സമയം കളയണ്ട. നമ്മളെ ഷാജി ഉസ്താദ് പോയിനുണ്ടോ? പോയി. ഒരു 15,000 ഏറ്റെടുക്കാൻ പറ്റിയ, 30,000 ഏറ്റെടുക്കാൻ പറ്റിയ, 15,000 ഏറ്റെടുക്കാൻ പറ്റിയ ആരുമില്ല. നമ്മളെ വണ്ടി റെഡിയല്ലേ? എവിടെ? എത്ര? 15. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ശർറായ ഖദാഇൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ.